നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്നായിരുന്നെങ്കിൽ എനിക്ക് നിർമാല്യം എന്നൊരു ചിത്രം സംവിധാനം ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു അഭിമുഖത്തിൽ ഇത് ചോദിച്ചത് സാക്ഷാൽ MD വാസുദേവൻ നായർ തന്നെയാണ്. കാരണം നിർമാല്യം ഒരുക്കിയ 1973 അല്ല ഇപ്പോൾ. 3.5 പതിറ്റാണ്ട് പിന്നിട്ടപ്പോഴേക്കും കേരളത്തിലെ സാമൂഹ്യാവസ്ഥ മാറി. മതവും ജാതിയും കേരളീയ സമൂഹത്തെ വിഴുങ്ങി. ശ്രീകോവിലെ ബലിക്കല്ലിൽ വായിലെ ചോര തുപ്പുന്നതാണ് നിർമാല്യത്തിലെ സീനിൽ അഭിനയിച്ചത് PJ ആൻ്റണിയാണ്. MD വാസുദേവൻ നായർ തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ ചിത്രം 1973 ആണ് പുറത്തിറങ്ങിയത്. ചിത്രത്തിൽ വെളിച്ചപ്പാടായി അഭിനയിച്ച PJ ആൻ്റണിക്ക് അഭിനയ മികവിൽ ഭരത് അവാർഡടക്കം നേടി. ഒട്ടേറെ ചർച്ച ചെയ്യപ്പെട്ട സിനിമ കൂടിയായിരുന്നു ഇത്. ഈ ഒരു ഇൻട്രോ ഇപ്പോൾ പറയാൻ കാരണം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിൽ ജാനകി എന്ന പേരുപയോഗിക്കാൻ കഴിയില്ലെന്നും അത് ദൈവത്തിൻ്റെ പേരാണ് എന്നുമുള്ള സെൻസർ ബോർഡിൻ്റെ കണ്ടുപിടുത്തമാണ്. അതേ തുടർന്നുള്ള കേസ് കോടതിയിൽ നിൽക്കുന്നു. കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി നായകനായ ചിത്രത്തിനാണ് ഇതേ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചതെന്ന് ഓർക്കണം. ഒടുവിൽ ജാനകിക്ക് V എന്ന ഇൻഷ്യൽ നൽകി എങ്ങനെയെങ്കിലും സിനിമ പുറത്തിറക്കാനുള്ള വഴക്കത്തിലേക്ക് വരേണ്ടി വന്നു സിനിമ നിർമ്മാതാക്കൾക്ക്. ദൈവങ്ങളുടെ പേര് സിനിമയ്ക്കോ സിനിമയിലെ നായകന്മാർക്കോ കഥാപാത്രങ്ങൾക്കോ നൽകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വന്നാൽ എങ്ങനെ മലയാളത്തിൽ പുതിയ സിനിമകൾ ഇറക്കും എന്നുള്ള ചോദ്യം കൂടി ഉണ്ട്. ഇത് അപ്രഖ്യാപിതമായ ഒരു സെൻസർഷിപ്പല്ലേ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനെത്തുന്നത് ശ്രീ KK നാസറാണ് മാനന്തവാടിയിൽ നിന്നും. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പേരിൽ ജാനകിക്ക് V എന്നൊരു ഇനിഷ്യൽ കൂടി നൽകാമെന്ന് ഒടുവിൽ നിർമ്മാതാക്കൾ സമ്മതിച്ചിരിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ പേരാണ് ജാനകി എന്നൊക്കെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അതേ പേരിൽ തന്നെ പട്ടാളം ജാനകി മുതൽ എന്ന് സ്വന്തം ജാനകിക്കുട്ടിക്ക് വരെയുള്ള ഒട്ടേറെ സിനിമകൾ, അത് ഏത് മതവുമായും ജാതിയുമായും ബന്ധപ്പെട്ട സിനിമകളുടെ പേരുകളും നായകന്മാരുടെ പേരുകളും ഒക്കെ വന്നിട്ടുണ്ട്. ആ പേരുകൾ ഇട്ടതുകൊണ്ട് അവരാരും ദൈവമാണ് എന്ന് ആരും കരുതിയിട്ടില്ല. എന്താണ് ഈ ഇങ്ങനെ സംഭവിക്കുന്നത്? ശ്രീ KK നാസർ കേൾക്കാമോ? സാറ് ഞാനിതുവരെ ചോദിക്കാൻ വിചാരിച്ചു. സാറ് പേര്? എൻ്റെ പേര് കിരൺ ബാബു എന്നാണ്. സാറേ ഞാൻ നമസ്കാരം. നമസ്കാരം സാറേ, നമ്മളിപ്പോ ഏതൊരാൾക്കാരായാലും സിനിമ കാണാത്തവർ വളരെ അപൂർവമായിരിക്കുമല്ലോ. അതെ. നമ്മുടെ പഴയ കാലങ്ങളിൽ സിനിമയിൽ നമുക്കിപ്പോ എല്ലാ മതത്തിന്റെ പേരും അതുപോലെ ആൾക്കാരുടെ പേരും കൊണ്ടാണ് സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. ഇപ്പൊ കാലഘട്ടങ്ങളിനനുസരിച്ച് സിനിമയ്ക്കും എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ മാറ്റം വരുന്നൊരു കാലമാണ്. ഇപ്പൊ നിലവിൽ നമ്മളിപ്പോ ഈ ഒരു പേര് ദൈവത്തിന്റെ പേരാന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പൊതുവേദിയിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള പേര് ഉൾക്കൊണ്ടുകൊണ്ട് സിനിമ എടുക്കണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് സമൂഹത്തിൽ എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. അവരവരെ മതത്തിനൊരു പേര് മറ്റുള്ളവരുടെ ഇടയിൽ വെച്ച് അത് നിന്ദിക്കപ്പെടുകയാണെങ്കിൽ അത് വിഷമം ഉണ്ടാവുമല്ലോ. മതത്തിന്റെ പേരാണ്. ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത്, നിർമാല്യം എന്ന ചിത്രത്തിന്റെ ഒരു കഥ പറഞ്ഞത്. കേരളത്തിലെ എത്രയെങ്കിലും പേരുകൾ, ഇപ്പോൾ രാവണ പ്രഭു എന്ന പേര്, എമ്പുരാൻ എന്ന പേര്, എന്ന് സ്വന്തം ജാനകിക്കുട്ടിക്ക് എന്ന പേര്, രാമലീല, ദേവാസുരം, അങ്ങനെ കേരളത്തിലെ മലയാള സിനിമകളുടെ മാത്രം ചരിത്രമെടുത്താൽ ഒരു 100 പേരോ 200 പേരോ നമുക്ക് കണ്ടെത്താൻ കഴിയും ദൈവങ്ങളുടെ പേര്. ക്രിസ്ത്യൻ ദൈവങ്ങളുടേതായാലും ഹിന്ദു ദൈവങ്ങളുടേതായാലും ഒക്കെ പേരുകൾ. പിന്നെ മുഹമ്മദ് എന്ന പേര് എത്രയോ സിനിമകളിൽ നായകനും വില്ലനും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നു. അവരൊക്കെ അങ്ങനെ ദൈവമായിട്ട് കണ്ടിട്ടാണ്. അല്ലെങ്കിൽ ദൈവങ്ങളെക്കുറിച്ച് പറയുന്ന സിനിമകളിൽ പോലും അങ്ങനെയൊക്കെ പേരുകൾ ഉപയോഗിച്ചിട്ടില്ലേ? പിന്നീട് ഒരു മതത്തിൻ്റെ പേര് മറ്റു മതത്തിൻ്റെ പേര് ഉപയോഗിക്കുന്നത് ശരിയല്ല, അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? അല്ല സാർ, അന്നത്തെ കാലഘട്ടമല്ല സാർ ഇന്ന്. ഈ കാലഘട്ടത്തിന് എന്താണ് മാറ്റം? ആളുകൾ മാറിയതോടുകൂടി ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒന്നും അല്ല, മനുഷ്യനാണ് ആത്യന്തികമായിട്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് താങ്കൾക്ക് എങ്ങനെയാണ് ഈ പറയാൻ കഴിയുന്നത് മറ്റുള്ള മതങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ? അങ്ങനെ മതങ്ങളിലെ ആരുടെ ദൈവങ്ങളുടെ പേരാണെന്ന് കരുതി ആർക്കും, എത്രയോ ആളുകൾക്ക് ഇപ്പം ദൈവങ്ങളുടെ പേരിട്ട് എത്രയോ മനുഷ്യരുണ്ട്, അവരൊക്കെ കൊടും വില്ലന്മാരായും കൊലയാളികളുമായിട്ടൊക്കെ മാറിയിട്ടില്ലേ? അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ മാറിയത് കൊണ്ട് ഈ പേര് ഇനി നാളെ മുതൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട, കൊലയാളിയായ ഒരാളുടെ പേര് എൻ്റെ ദൈവത്തിൻ്റെ പേര് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? സാറേ, നമ്മളെന്നും പറഞ്ഞോളൂ. എന്നും നമ്മൾ കേരളത്തിൽ സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതെ. അപ്പൊ സമാധാനം ആഗ്രഹിക്കുന്ന നമ്മൾ എന്നും നമ്മൾ സാറ് നല്ല നല്ല ചർച്ചകൾ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന ഒരാളാണ്. അങ്ങയുടെ എല്ലാ ചർച്ചകളും ഞാൻ ശ്രദ്ധിക്കുന്ന ആളുമാണ്. അങ്ങനെ സംസാരിക്കുന്ന വളരെ ഉചിതമായ നല്ല മറുപടി അങ്ങ് നൽകുന്നുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടങ്ങളിൽ ഇപ്പൊ നമുക്കൊരു സിനിമ അങ്ങനെ വന്നുകൊണ്ട് വേറെ കുഴപ്പങ്ങളുണ്ടെന്നല്ല ഞാൻ പറയുന്നത്.
പക്ഷെ സമൂഹത്തിലുള്ള ജനങ്ങൾ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പം വന്നിരിക്കുന്നത്. ആ നമ്മളതിനെ ചെറുത്ത് സമയത്ത് ഇങ്ങനെയൊക്കെ ആളുകൾ ഞങ്ങളുടെ ജാതിയുടെയോ മതത്തിന്റെയോ ദൈവത്തിന്റെ പേര് ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് അതിന് ഏത് ജാതിക്കാർ പറഞ്ഞാലും ഏത് മതക്കാർ പറഞ്ഞാലും അതിനൊക്കെ അംഗീകരിച്ച് പോകാൻ കഴിയുമോ? അല്ല സാർ, അത് കഴിയില്ല അല്ലെങ്കിൽ വേണ്ട എന്നല്ല സാർ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല. ഞാൻ പറയുന്ന മറുപടി എന്ന് പറയുന്നത് സമൂഹത്തിലെ ജനങ്ങളെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. അതെ. അപ്പൊ അവർക്ക് ഉചിതമായ ഒരു സിനിമ, ഇപ്പൊ നമുക്ക് സിനിമ എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിലെ സർക്കാരിനും അവരവരുടെ ജീവിതത്തിനും വേണ്ടിയുള്ള ഒരു മാർഗമാണ്. അല്ലാതെ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ നേടിക്കൊടുക്കുന്നതൊന്നുമല്ല സിനിമ. ഇതെല്ലാം കൂടെ സിനിമയെ നല്ല കാര്യവും ചീത്ത കാര്യവും ഒക്കെ സിനിമ നേടിത്തരുന്നുണ്ട്. അത് സിനിമ ലോകത്ത് വിപ്ലവങ്ങൾക്ക് പ്രേരണയായിട്ടുണ്ട്, ലോകത്ത് തെറ്റായ പല ക്രൂരകൃത്യങ്ങൾക്കും പ്രേരണയായിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായും കലാരൂപങ്ങളൊക്കെ അങ്ങനെ ആയിട്ടുണ്ട്. അത് എന്ന് കരുതി അതിലൊക്കെ അതിനെ ഈ തരത്തിൽ കാണേണ്ടതുണ്ടോ? അല്ല സാർ, സിനിമയെ നിഷേധിക്കപ്പെടുന്ന ഒരാളല്ലേ ഞാൻ പറഞ്ഞതാണ് സാർ. സമൂഹത്തിലുള്ള നല്ലൊരു പ്രവർത്തനങ്ങൾ നടന്നു വരുമ്പം അത് ജനങ്ങളെല്ലാവരും ഉൾക്കൊണ്ടുകൊള്ളുന്നതാണ് എനിക്കൊരു അഭിപ്രായം പറയുന്നത്. സതുദ്ദേശത്തിൽ പറഞ്ഞതാണ്. പക്ഷേ ഇത്തരം സതുദ്ദേശങ്ങളൊക്കെയാണ് പലപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നത്. ശ്രീ ഷാനവാസ് ആണ് പാലക്കാട് നിന്നും. ശ്രീ ഷാനവാസ്, ഇപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള സിനിമ, ഇപ്പോൾ സിനിമ അണിയറ പ്രവർത്തകർ തന്നെ അതിൻ്റെ പേര് ജാനകിക്ക് ഒരു വി കൂടി എൻഷിൽ കൊടുക്കാം എന്നൊക്കെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ദൈവങ്ങളുടെ പേരോ അല്ലെങ്കിൽ നായകനായിട്ടോ വില്ലനായിട്ടോ ഒന്നും ഞങ്ങളുടെ ആരുടെയും ദൈവങ്ങളുടെ പേര് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ പെട്ടുപോകില്ലേ സിനിമാക്കാർ? ഈ അഭിപ്രായം വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് സെൻസർ ബോർഡിന്റെ. പക്ഷേ ഇത് സെൻസർ ബോർഡും മറ്റേ ഈ സുരേഷ് ഗോപിയും തമ്മിലുള്ള ഒരു ബിസിനസ് തന്ത്രമാണെന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് പറയാനുള്ളത്. ശരി, അങ്ങനെയും ആവാം, അങ്ങനെ ആയിക്കൂടാ എന്നൊന്നുമില്ല. അങ്ങനെ സിനിമകൾ പലപ്പോഴും അത്തരം ചില തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. എനിക്കറിയില്ല അങ്ങനെ ആണോ അല്ലയോ എന്നൊന്നും. എൻബ്രാൻ വളരെ ഹിറ്റായി. ഇപ്പോ ഈ സുരേഷ് ഗോപിയുടെ ഒരു RSSകാരന്റെയും ഒരു തന്ത്രമായിട്ടാണ് എനിക്കിത് കാണുന്നത്. ഈ സിനിമ അങ്ങനെ വിജയിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ് സുരേഷ് ഗോപിയും ഈ സിനിമ ആ കാര്യം കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഫ്രീ ആയി പ്രൊമോഷൻ കിട്ടി. ഇപ്പൊ എല്ലാ ചാനലുകളിലും ഈ സിനിമയെ കുറിച്ചുള്ള വിവരങ്ങളാണ് നൽകുന്നത്. അത് ഫ്രീ ആയിട്ട് അവർക്ക് നൽകാൻ പറ്റി. അത് ചാനലുകാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചാനലുകാരും എങ്ങനെയാണ് ശ്രീ ഷാനവാസ്, അതൊക്കെ നമുക്ക് ഇത് ഒരു കോടതിയിൽ കേസ് വരുന്നു, അതിനെതിരെ വിവാദങ്ങൾ വരുന്നു, സെൻസർ ബോർഡ് അനുമതി നിഷേധിക്കുന്നു. സ്വാഭാവികമായും നമ്മൾ വാർത്ത കൊടുക്കും. ഇനി അവർ ബോധപൂർവ്വം ചെയ്തതാണോ അല്ലയോ എന്നെങ്കിലും. അങ്ങനെയാണെങ്കിൽ പോലും അതിനപ്പുറത്ത് മറ്റൊരാൾ നാളെ ഇതേ പേരിൽ സിനിമ എടുക്കുമ്പോൾ അയാൾക്കും അത് സിനിമ അങ്ങനെ എടുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നില്ലേ? ഇപ്പോൾ നേരത്തെ പട്ടാളം ജാനകി എന്ന് പറഞ്ഞൊരു സിനിമ വന്നതോ അല്ലെങ്കിൽ എന്ന് സ്വന്തം ജാനകിക്കുട്ടിക്കെന്നൊക്കെ സിനിമയൊക്കെ ഈ കാലത്തായിരുന്നെങ്കിൽ എടുക്കാൻ കഴിയാത്ത എന്ന് സ്വന്തം വി ജാനകിക്കുട്ടിക്കെന്നോ അല്ലെങ്കിൽ എസ് ജാനകിക്കുട്ടിക്കെന്നോ ഒക്കെ പറയേണ്ടി വരില്ലായിരുന്നു. അതല്ലേ നിങ്ങൾ പറയുന്നത് ശരിയാണ്. പക്ഷെ നിങ്ങൾ അറിയാതെ അവരുടെ തന്ത്രത്തിൽ നിങ്ങൾ വീണ് പോകുന്നു. അതാണ് എനിക്ക് ചിലപ്പോൾ അങ്ങനെ ആവാം. പ്രൊമോഷൻ കൊടുക്കുക എന്നൊരു ഞാൻ താങ്കളുടെ വാദത്തെ നിഷേധിക്കുന്നില്ല. ഈ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ശരി, അങ്ങനെ ആവാം, അത് ഞാൻ നിഷേധിക്കുന്നില്ല ഒരിക്കലും. പലപ്പോഴും അത്തരം തന്ത്രങ്ങളൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ ആ തന്ത്രങ്ങൾ ആണ് എന്ന് സംശയിച്ച് നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ എന്തായാലും കഴിയില്ല. ശ്രീ അഹമ്മദ് ബാവയാണ് ചേരുന്നത്. ശ്രീ അഹമ്മദ് ബാവ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞു. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്വാമി അയ്യപ്പൻ എന്നുള്ള സിനിമ നിരോധിക്കേണ്ടി വരൂലേ? അത് മാത്രമല്ല, എത്രയോ പേരുകൾ, ദൈവങ്ങളുടെ പേരുകൾ എത്രയോ സിനിമകൾ വന്നിരിക്കുന്നു. സ്വാമി അയ്യപ്പൻ വന്നിരിക്കുന്നു, ഈശോ വന്നു, ഗുരുവായൂരപ്പൻ സിനിമ വന്നിട്ടുണ്ട്. അങ്ങനെ എത്രയെങ്കിലും സിനിമകൾ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് പേരിന്റെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു മകളെ പേരുണ്ട്, അത് അറബിയിലേക്ക് പോയാൽ അതിന്റെ അർത്ഥം ചെണ്ടാന്നാണ്. എന്റെ മകളുടെ പേര് അറബിയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന്റെ പേര് ചെണ്ടാന്നാണ്. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇടയിൽ തന്നെ ഇപ്പോ താങ്കൾ പറഞ്ഞ പോലെ നിർമാല്യം ഒക്കെ വന്നതാണല്ലോ. ഇനിയിപ്പോ സീതാദേവി ആദരിക്കപ്പെടേണ്ട ഒരാള് തന്നെയാണ്. ഞാൻ ഒരു മുസ്ലിമാണ്, പക്ഷെ ഞാൻ അവരെ ആരാധിക്കൂല, ആദരിക്കുന്നു. അപ്പോ സീത എന്നുള്ള പേരുള്ള ധാരാളം സിനിമകളില്ലേ? ഉണ്ടല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ ഷംസുദ്ദീൻ, സൂര്യൻ എന്ന് ഒരു ഹിന്ദു സഹോദരന് പേരുണ്ടെങ്കിൽ അതേപോലെ ഷംസുദ്ദീൻ മുസ്ലിം സഹോദരന്റെ പേരുണ്ട്. രണ്ടും ഒന്നു തന്നെയാണ് അർത്ഥം വരുമ്പോ. കമറുദ്ദീൻ, മുഹമ്മദ് എന്നുള്ള പേരുണ്ടല്ലോ ഒരു സിനിമയുടെ വില്ലൻ. മുഹമ്മദ് എന്നുള്ള പേരിൽ ഒരാൾ വില്ലനോ അല്ലെങ്കിൽ അയാൾ ക്രൂരതയോ കാണിച്ചാൽ നാളെ ആളുകൾക്ക് പറയാമല്ലോ ഞങ്ങൾ വിശുദ്ധമായി കാണുന്ന ഒരു പേരിനെ നിങ്ങൾ മോശപ്പെടുത്തിയെന്ന്. അപ്പൊ ഇതിലൊന്നും യാതൊരു ഇതുമില്ല. ഇതിപ്പോ എന്തോ ഒരു കളി അവിടെ വാണിജ്യ കളി എന്നുള്ള ഒരു സംശയം ഇപ്പൊ ഇതിന് മുന്നേ സംസാരിച്ച ആളെ പോലെ ഒരു സംശയമുള്ള ആളും ഞാന്.
സാധ്യതയുണ്ട്. എന്നുള്ളതിന് ആരെങ്കിലും വേറെ എന്തെങ്കിലും അർത്ഥം അതിന്റെ ഇപ്പുറത്ത് വി എന്ന അക്ഷരത്തിൽ കൂടി കൂട്ടി എഴുതാൻ എന്താ ചെയ്യാ? അപ്പൊ അതിപ്പോൾ അവര് ഇതൊന്നും ജാനകി വിദ്യാധരൻ എന്നുള്ളതിന്റെ വി ആണെന്നാണ് പറയുന്നത്. അല്ല, വിദ്യാധരൻ ഓക്കെ, അതിപ്പോ വേറെയും ആ വിയില് എഴുതാമല്ലോ. അത് വേറെ ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ സിനിമയ്ക്കൊക്കെ പേരിടുമ്പോൾ, അല്ലെങ്കിൽ സിനിമയിലെ നായകനോ പ്രതിനായകനോ ഒക്കെ പേരിടുമ്പോൾ ഇനി അത് ദൈവങ്ങളുടെ പേരൊന്നും പറ്റില്ല എന്നൊക്കെ ഒരു വ്യവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? ഇത് തീർത്തും എതിർക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് കലാ സൃഷ്ടികൾ സൃഷ്ടിക്കുമ്പോൾ അത് സമൂഹത്തിൽ വരുമ്പോൾ അത് ഒരു വ്യക്തിപരമായ ഒരു കാര്യമാണ്, അല്ലാതെ ഒരു ദൈവങ്ങളെ പേരിലൊന്നല്ല ഇത് വരുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, നാളെ യേശുദാസ് എന്ന ഗായകൻ ശബരിമലയിൽ ഭക്തിഗാനങ്ങൾ പാടി, നാളെ അയാളെ പേര് മാറ്റാൻ പറയൂ? യേശുദാസ് അല്ലേ? ഇതൊക്കെ ഈ RSSന്റെ ഒരു അജണ്ട നടപ്പാക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനു മുമ്പേ ഇറങ്ങിയ പടങ്ങളില്ലേ, പിന്നെ എത്രയെങ്കിലും പടങ്ങളുണ്ട്, നമുക്കൊരു 100-200 പടങ്ങളുടെ പേരുകളെങ്കിലും ദൈവങ്ങളുടെ പേരുകളുള്ള ചിത്രങ്ങൾ. ക്രിസ്തുവിന്റെ പേരിൽ പടങ്ങൾ ഇറങ്ങിയിട്ടില്ലേ? ഒത്തിരി സിനിമകൾ മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലും പല ഭാഷകളിൽ എഴുതിയിട്ടുണ്ട്. ഒട്ടേറെ വിവാദമായ സിനിമകളും ഒക്കെ ഉണ്ട്. പണ്ട് നേരത്തെ ഈശോ എന്ന പേരിൽ ഒരു സിനിമ വന്നപ്പോൾ ഇതുപോലെ ചില വികാരിമാരൊക്കെ ഞങ്ങൾ ഈശോയെ തെറ്റായി ചിത്രീകരിക്കുന്ന, അല്ലെങ്കിൽ ആ പേര് നൽകിയിട്ട് അതിന് മോശപ്പെട്ട രീതിയിൽ, അങ്ങനെ എല്ലാ മതത്തിലും ഉണ്ട് ഇത്തരം ആളുകൾ. അല്ല, ഞാൻ പറഞ്ഞ 33 കോടി ദൈവങ്ങളുള്ള സ്ഥലത്ത് ഏത് പേരിടും? പിന്നെ വലിയ പേരാണത്. ഒരു തരത്തിൽ ജാതിയും മതവും ഒന്നും തിരിച്ചറിയാത്ത പേരുകളിലേക്ക് നമ്മുടെ സിനിമാ സങ്കല്പം മാറുന്നതിനൊക്കെ ചിലപ്പോൾ സഹായമായിരിക്കുന്നൊക്കെ സറ്ററിക്കലായി വേണമെങ്കിൽ പറയാം. ആളുകളെ പേര് മാറ്റുന്നതിന് പകരം, സിനിമയുടെ പേര് മാറ്റുന്നതിന് പകരം ദൈവങ്ങളുടെ പേര് മാറ്റട്ടെ. അതെന്തായാലും കഴിയില്ലല്ലോ ശ്രീ സന്തോഷ്. ദൈവങ്ങളുടെ പേര് അത് നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ല. ദൈവങ്ങൾ ഇപ്പോൾ ഓരോ ദൈവങ്ങൾക്ക് ഓരോരുത്തർ ഓരോ പേരിൽ ഓരോ ദൈവങ്ങൾ. അപ്പോൾ സിനിമ വരാൻ വേണ്ടി ദൈവങ്ങളുടെ പേര് മാറ്റാൻ എന്ന് പറയില്ല. സിനിമയ്ക്ക് ആ പേര് ഉപയോഗിക്കാം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലാതെ ദൈവങ്ങളുടെ പേര് മാറ്റാവുന്ന എങ്ങനെയാണ് താങ്കൾ പറയുന്നത്? അങ്ങനെയല്ല ഞാൻ പറയുന്നേക്ക് സാറേ. ജനങ്ങൾ ഇനിയും പെരുകും, ജനങ്ങൾക്ക് പേരിടണം, അല്ലെ? ഭൂമിയിൽ ജനങ്ങൾ ഇനിയും വരും, ജനങ്ങൾക്ക് പേരിടണം. ദൈവങ്ങൾ അധികം പെരുകാൻ സാധ്യതയില്ലേ? പക്ഷെ ജനങ്ങൾ ഈ പേരിടുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് എന്റെ കുട്ടിയെ അല്ലെ എന്റെ വീട്ടുകാരുടെ പേര് ജാനകി ഇടണമെന്ന് വന്നു കഴിഞ്ഞാൽ അത് ലാസ്റ്റ് അത് ഇടാൻ പാടില്ല എന്നുള്ള ഉത്തരവ് വരൂലേ? ജാനകി എന്ന പേര് വരാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, എന്റെ അയൽപക്കത്തൊരു ജാനകി ഇട്ട് നാളെ ഞാൻ അവരെ പോയിട്ട് പൂജിക്കേണ്ടി വരുമോ? ഇങ്ങനെയൊക്കെ ശ്രീ സന്തോഷ്, അത് നമ്മൾ അങ്ങനെ ആ അർത്ഥത്തിൽ കാണേണ്ടതില്ല. നമ്മൾ ഇതിനെ ഒരു ഗൗരവം ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിന്റെ ഗൗരവത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യണം, അതിനപ്പുറത്തേക്ക് നമ്മൾ പോകുന്ന കാര്യം. ഗൗരവത്തെ ഓക്കെ, ഇവർ പറയുന്ന ഈ 33 കോടി ദൈവങ്ങളുടെ അടുത്ത് ഏത് പേരാണ് പിന്നെ ഇടേണ്ടത്? എല്ലാ ഒരു ദൈവത്തിന് തന്നെ 10ഉം 15ഉം പര്യായ പദങ്ങളാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കമാൻഡർ മാത്യു ആണ് അടൂരിൽ നിന്ന് വിളിക്കുന്നത്. ശ്രീ മാത്യു, നമ്മൾ ദൈവങ്ങളുടെ പേരുകൾ ഇടുമ്പോൾ അത് നായകനും പ്രതിനായകനും ഒക്കെ ഇടാറുണ്ട്, അല്ലെങ്കിൽ മോശപ്പെട്ട കഥാപാത്രത്തിനൊക്കെ പല ദൈവങ്ങളുടെ പേരുള്ള ആളുകളും ഒക്കെ ഉണ്ട്, നാട്ടിലുമൊക്കെ അങ്ങനെ ഉണ്ട്. അതൊക്കെ ഒരു വിവാദമാക്കാൻ, അല്ലെങ്കിൽ അതൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് വന്നാൽ എന്താവും? കിരണേ നമസ്തേ. ഞാൻ ഈ വിഷയത്തിൽ വ്യക്തമായിട്ടൊരു കാര്യം പറയട്ടെ. പറഞ്ഞു. സിനിമകളിൽ ഈ ദൈവങ്ങളുടെ പേര് നൽകുന്ന ശക്തമായിട്ട് ഒരു നല്ല ചോയ്സ് എന്നാ എന്റെ അഭിപ്രായം. അതിന് കാര്യമുണ്ട്. ഈ നമ്മുടെ ഈ ഈശ്വരനാമങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങോട്ടാ ഈ വേറെ പേരെവിടെ കിട്ടുന്നത്? ഉദാഹരണമായിട്ട് നമ്മൾ ലോകത്തെല്ലാവരും കണ്ട പാഷൻസ് ഓഫ് ദ ക്രൈസ്റ്റ്, ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ ദൈവത്തെ കാണിക്കുന്ന ഒരു വലിയ സിനിമയായിരുന്നു പാഷൻസ് ഓഫ് ദ ക്രൈസ്റ്റ്, ഓർക്കുന്നില്ലേ? അത് ലോകത്ത് ആർക്കെങ്കിലും അതിനകത്ത് വിരോധം തോന്നിയിട്ടുണ്ടോ? അത് കാണാത്ത ആരാ ഉള്ളത്? ഇനിയിപ്പം നമ്മളിപ്പോ ശ്രീകൃഷ്ണന്റെ പേര് വെച്ചിട്ട് ഒരു ലോകത്തിലെ ഏറ്റവും കൂടെ പ്രേമത്തിന് ഉപയോഗിക്കുന്ന പറ്റിയൊരു പേരാ ശ്രീകൃഷ്ണൻ, അല്ലേ? കൃഷ്ണഭഗവാൻ എന്ന് പറയുന്ന എന്തോത്തിന്റെ ഉദാഹരണമാണ്. ആകർഷം, യുക്തി, സ്നേഹം, ഇതൊക്കെയല്ലേ ശ്രീകൃഷ്ണൻ നോക്കുന്നത്. ഇനി ഇതൊന്നും വേണ്ട. സ്ത്രീകളിലേക്ക് പോയാൽ നമ്മൾ ദുർഗയും കാളിയാരാ സ്ത്രീ ശക്തിയെ കാണിക്കുന്നു, അല്ലെ ഒരു പ്രതികാരത്തെ സൂചിപ്പിക്കുക ഈ ദുർഗ എന്ന് പറയുന്നത്. ആ പേരൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ലേ? നമ്മൾ പിന്നെ അങ്ങനെ ഒരു സെക്സി ദുർഗ എന്ന പേരിട്ട് അവസാനം എസ് ദുർഗ എന്നൊക്കെ മാറ്റേണ്ടി വന്ന ഒരു കഥ കൂടി ഉണ്ട് സമീപകാല ചരിത്രത്തിൽ. അതാ ഞാൻ ചോദിക്കുന്നത്. ദുർഗയും കാളി എന്ന് പറയുന്ന ആരാ? സ്ത്രീ ശക്തിയെയും പ്രതികാരത്തേക്കല്ലേ അത് കാണിക്കുന്നത്. ഇനി ഗണപതിയെ നോക്കിക്കേ, ഗണപതി ആരാ? വിജയവും തുടക്കവും ഒക്കെയാ കാണിക്കുന്നത്, അല്ലേ? ഗണപതിയെ കാണിക്കുന്നത്. അപ്പൊ ഗണപതി പറ്റും. അയ്യപ്പനെ നോക്കിക്കേ, അയ്യപ്പൻ ആരാ? തപസിന്റെ ദൈവം, അല്ലെ? ശുദ്ധിയുള്ള മനുഷ്യനാണ് അയ്യപ്പൻ. ശബരിമല അയ്യപ്പൻ, സ്വാമി അയ്യപ്പ. ഇതൊന്നും നമ്മളിപ്പോ ഇടാൻ പറ്റത്തില്ലെന്ന് നമ്മളിങ്ങനെ നാളെ വന്നു കഴിഞ്ഞാൽ എവിടുന്ന് ഇപ്പൊ ഒരു നമുക്ക് കിരണ അറിയാൻ പറ്റുമായിരിക്കും. നമുക്ക് എന്താ പന്നിയെ കൊല്ലാൻ നാട്ടിൽ കൊല്ലാൻ പറ്റാത്ത? പന്നിയൊരു ദൈവമാ. ഈ പന്നിയൊരു ദൈവമാണ് പന്നിയെ കൊല്ലാൻ പറ്റാത്തത്.
അപ്പൊ നമ്മൾ ഇനി ഏത് പേരാ ഇടുന്നത്? കൊല്ലാൻ പറ്റാത്തതിന് അത് ഇതുമായി പ്രത്യേകിച്ച് അല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞ ദൈവം എന്ന് അങ്ങനെ പറയാ, ദൈവം പന്നി. സങ്കല്പത്തിൽ വരാഹവും പെടുന്നതൊക്കെയാണ്. പക്ഷെ അതുകൊണ്ടല്ല കൊല്ലാൻ പറ്റാത്തത്, അങ്ങനെ നമ്മൾ പറയേണ്ടതില്ല. എലിയോ നോക്കിക്കേ, ഞാൻ ചോദിക്കുന്നത് ഇതിപ്പം ഈ എന്റെ കാര്യം ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ദൈവങ്ങളുടെ പേരായാലും ഏത് പേരും മനുഷ്യന് ഉചിതമായ സിനിമകൾ കണ്ട് ആസ്വദിക്കുക, അതാണ് ഇമ്പോർട്ടന്റ്. അതിന് ശരി, ഓക്കെ, ദൈവത്തിന്റെ താങ്കളുടെ പറ്റത്തെന്ന് അഭിപ്രായം പറഞ്ഞിട്ട് വ്യക്തമാണ് ശ്രീ മാത്യു. ശ്രീ സുരേഷാണ്, ഇടപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുരേഷ്, ഈ നമ്മൾ കണ്ട പോയ സിനിമകളൊക്കെ ഇപ്പോഴാലോചിക്കുമ്പോഴാണ് ഇതിൽ എത്രയോ സിനിമകളുടെ പേരുകൾ അല്ലെങ്കിൽ പ്രതിനായകന്മാരുടെയൊക്കെ പേരുകൾ, അവരൊക്കെ ദൈവങ്ങളുടെ പേരിലുള്ള പ്രതിനായകന്മാർ എത്രയോ പേർ മലയാള സിനിമയിൽ തന്നെ വന്നിട്ടുണ്ട്. അന്നൊന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല, അയ്യോ എൻ്റെ ദൈവത്തിൻ്റെ പേരിട്ടിട്ടാണല്ലോ ഇവൻ ഈ കൊടും ക്രൂരകൃത്യങ്ങളൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നത്, അത് മനഃപൂർവ്വം എൻ്റെ ദൈവത്തെ അവമാനിക്കാനാണല്ലോ ഒന്നും തോന്നിയിട്ടില്ല. ഇപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്ന ചില സെൻസർ ബോർഡൊക്കെ വരുന്നു. എനിക്ക് ഇത് തന്നെ പറയാനുള്ളത് അറിയാം. ഇത്രയും പേര് പറഞ്ഞ ആ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ തന്നെ എനിക്കും പറയാനുണ്ട്. ഇപ്പൊ ദൈവത്തിന്റെ പേരിന് മുമ്പിലൊക്കെ നമ്മൾ ഇൻഷുൽ എടുക്കേണ്ടി വരും. ശരി, എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞത് ജാനകി എന്നുള്ളതിന്റെ പേര് ജാനകി വിദ്യാധരൻ എന്നാണ്. ജാനകി ജനകൻ എന്ന് വല്ലതും ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചേർത്തുള്ള ഒരു പേരായിരുന്നെങ്കിൽ അതിലും പ്രയാസമായിരുന്നു. അതങ്ങനെ ദൈവങ്ങളുടെ മുമ്പിലൊക്കെ നമ്മൾ ഇൻഷുൽ ചേർക്കേണ്ടി വരും. എച്ച് ഹനുമാനും വി കൃഷ്ണനും അങ്ങനെ എല്ലാം ചേർക്കേണ്ടി വരും. ശരി, ഓക്കെ. എനിക്ക് 40 വയസ്സായി. അപ്പൊ ഞാൻ പഠിച്ച കാര്യങ്ങളും കേട്ട കാര്യങ്ങളും അല്ല ഇപ്പൊ കേൾക്കണത്. ശരി, ഓക്കെ. ശ്രീ അജയകുമാറാണ്, ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അജയകുമാർ, ഈ ദൈവങ്ങളുടെ പേരുകൾ ആണോ എന്ന് നോക്കിയല്ല, അല്ലെങ്കിൽ ആ ചിലപ്പോൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ സിനിമയിലും അല്ലാതെയും ഒക്കെ നായകന്മാർക്കും പ്രതിനായകന്മാർക്കും മോശപ്പെട്ട കഥാപാത്രത്തിനും വളരെ വൃത്തികേട് ചെയ്യുന്ന കഥാപാത്രത്തിനും ഒക്കെ അങ്ങനെയൊക്കെ പേരുകൾ ഏത് സിനിമയിൽ നോക്കിയാലും കണ്ടെത്താനൊക്കെ കഴിയും. ഈ സിനിമയുടെ പേരിലൊക്കെ അങ്ങനെ ദൈവത്തിൻ്റെ പേരാണോ എന്ന് നോക്കേണ്ടതുണ്ടോ? ഞാനതിലേക്ക് വരുന്നൊരു ഇപ്പൊ കിരൺ മുമ്പോട്ട് വെച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ജാനകി എന്നുള്ളൊരു വിഷയവും നിർമ്മാല്യവും. ആദ്യം ജാനകി എന്നുള്ള വിഷയത്തിൽ മറുപടി പറയാം. ഈ സിനിമയുടെ പ്രമേയമൊന്നും എനിക്കറിയത്തില്ല. ഇദ്ദേഹത്തിന് അറിയാമെങ്കിൽ എൻ്റെ ഒരു ചെറിയ ചോദ്യത്തിന് മറുപടി തരണം. ഈ സിനിമയുടെ പ്രമേയത്തിൽ എവിടെയെങ്കിലും ജാനകി എന്ന് പറയുന്ന കഥാപാത്രത്തെ ഈ ജനകോടികൾ ആരാധിക്കുന്ന സീതയുമായിട്ട് സാമ്യപ്പെടുത്തി എന്തെങ്കിലും ഉണ്ടോ? അല്ല, എനിക്കറിയില്ല. അങ്ങനെ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് എത്രയോ സിനിമകളിലൊക്കെ ദൈവങ്ങളുമായി ബന്ധപ്പെട്ട സിനിമകളൊക്കെ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഫൈൻ, ഒരു അഭിപ്രായം പറയാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ ആ ഒരു കഥാപാത്രത്തെ ഏതെങ്കിലും ഒരു മതവിഭാഗം ആരാധിക്കുന്ന ആരാധനാമൂർത്തിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരാം. പക്ഷെ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ കേവലം ജാനകി എന്ന ഒരു പേര് അങ്ങനെ ഉണ്ടായാലും വരേണ്ട കാര്യം എന്താണ് ശ്രീ അജയകുമാർ? കുമാരനാശാൻ എഴുതിയ ചിന്താവിഷ്ടയായ സീത വായിച്ചിട്ടുണ്ടാവുമല്ലോ. ചിന്താവിഷ്ടയായ സീതയ്ക്കകത്ത് അത്രയും കാലം മര്യാദാ പുരുഷോത്തമനായിരുന്ന രാമനെ അല്ലേ ആശാന്റെ സീത ചോദ്യം ചെയ്യുന്നത്? രാമന്റെ എല്ലാവിധ മര്യാദാ പുരുഷോത്തമ ഭാവത്തെയും പച്ചയ്ക്ക് ചോദ്യം ചെയ്യല്ലേ സ്ത്രീയായ സീത ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ആരെങ്കിലും വിവാദം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അതിന് മഹത്തായ കൃതിയായിട്ടല്ലേ നമ്മൾ കാണുന്നത്. നമ്മൾ ഓരോ മഹത്തായ കൃതികളും മഹത്തായ എഴുത്തുകാരുടെ പലതും വായിച്ചു കഴിയുമ്പോൾ ഓരോ കാലഘട്ടത്തിൽ അവർക്കുണ്ടായിട്ടുള്ള പരിണാമം നമുക്ക് മനസ്സിലാകും. ഇപ്പം ഗുരുസാഗരം വായിച്ചിട്ടുണ്ടോ? ഗുരുസാഗരം വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 2 വർഷം മുമ്പ് ഇറങ്ങിയ ധർമ്മപുരാണം കൂടെ ചേർത്ത് വെച്ചൊന്ന് വായിക്കുമ്പോഴറിയാം OV വിജയൻ സാറിന് വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു. അല്ല, അത് പോട്ടെ, അത് അദ്ദേഹം കർണാടകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ആധ്യാത്മികമായിട്ട് വിഷയം. അല്ലല്ല, വിഷയം അതല്ലെങ്കിലും ഓരോ വ്യക്തികൾക്കുണ്ടാകുന്ന വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. വ്യക്തികൾക്കുണ്ടാകുന്ന വ്യത്യാസമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഒരു പേര് ഒരു ദൈവത്തിന്റെ പേരോ ഉപയോഗിക്കുന്നു, അത് ദൈവത്തുമായി ബന്ധപ്പെട്ട കഥയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുന്നതിൽ മറ്റെന്തെങ്കിലും കാണേണ്ടോ? അത് ഏതെങ്കിലും ഒരു മതത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസത്തെയോ ഹനിക്കപ്പെടുന്ന ഒന്നല്ലല്ലോ. ഞാനതൊക്കെ പറഞ്ഞു തീരട്ടെ. അതായത് ഏതെങ്കിലും രീതിയിൽ ഒരു വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ആരോപണം വരുന്നതിൽ ഒരു പരിധി വരെ ചിലപ്പോൾ അതിന് റീസൺ കാണും. നേരെ മറിച്ച് അങ്ങനെ യാതൊന്നുമില്ല, കേവലം ഒരു പേരാണ് ജാനകി എന്ന്, കേവലം ഒരു പേരാണ്. ആ പേര് ഉപയോഗിച്ചിരിക്കുന്നു, അത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന്, സിനിമയിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് സെൻസർ ബോർഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് റീസൺ എന്ന് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നാൻ സെൻസർ ബോർഡിൽ ഇരിക്കുന്നവരെ വല്ല ഊളംപാറ ചികിത്സയ്ക്ക് വിടണം. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം ഭഗവത് രാമായണത്തിലും ഇല്ലാത്ത, പര്യായങ്ങളിൽ നിന്നില്ലാത്ത ഒരു പേര് ഒരു ഹിന്ദു നാമത്തിൽ ഇന്ത്യയിൽ കിട്ടത്തില്ല. ഏത് പേരെടുത്താലും നിങ്ങൾക്കറിയാം, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ നേരെ മറിച്ച് ഞാൻ ഇനിയും ആവർത്തിക്കുന്നു, എവിടെയെങ്കിലും ഈ കഥാപാത്രം ആ ദൈവികമായിട്ട് ജനകോടികൾ കാണുന്ന സീതയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് എതിർപ്പ് വരും. അതിനെ വിശ്വാസികളുടെ രീതിയാണ്, അതിന് എന്റെ ചിന്തയല്ല വേറൊരാളുടെ.
പക്ഷെ ജാനകി എന്നുള്ളൊരു പേര് മാത്രമാണ് ശ്രീ അജയകുമാർ, അതിനോട് മാത്രമേ ഉള്ളൂ എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്. ഇനി വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയായിക്കോട്ടെ, ഇത് നേരത്തെയും യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട പല സിനിമകളുടെയും നോവലുകളുടെയും ഒക്കെ ഭാഗത്ത് ഈ ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഇത്തരം എതിർപ്പുകൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരം മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗത്തു നിന്നും അതുമായി ബന്ധപ്പെട്ട കാർട്ടൂണുകളിലും മറ്റു കാര്യത്തിലും എതിർപ്പുകൾ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള എതിർപ്പുകളെ അതുകൊണ്ട് അങ്ങനെ എതിർപ്പ് വരും, അതുകൊണ്ട് ആ ജാതിയുടെയും മതത്തിൻ്റെയും പേരൊന്നും വേണ്ട, അത്തരം കാര്യങ്ങൾ നമ്മൾ പറയേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടവരല്ലല്ലോ കലാകാരന്മാർ. അങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ അതിനെയൊക്കെ ചെറുത്ത് വീണ്ടും അത്തരം കാര്യങ്ങൾ പറഞ്ഞു പോയവരല്ലേ നമ്മുടെ കലാപാരമ്പര്യം എന്ന് പറയുന്നത്. അതല്ലേ അത് പറഞ്ഞു പോയത് തന്നെയാണ്. നേരെ മറിച്ച് അത് വിമർശനം വരുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. ഇപ്പൊ ജാനകി എന്നുള്ളൊരു പേര് ആ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തി, അല്ലെ ശ്രീരാമൻ എന്നുള്ള ഒരു പേര് ആ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ വൈകൃതമായിട്ട് ചിത്രീകരിക്കുമ്പോഴാണ് ചോദ്യം വരുന്നത്. അതെങ്ങനെയാണ് വൈകൃതം എന്നൊക്കെ പറയുന്നത്? എങ്ങനെയാണ് ശ്രീ അജയകുമാർ? അത് ഏത് ദൈവം ആയിക്കോട്ടെ, ഏത് മതത്തിന്റെ ദൈവം ആയിക്കോട്ടെ, എല്ലാ ദൈവങ്ങളെയും യേശുവിനെ വിമർശിച്ച്, അള്ളാഹുവിനെ വിമർശിച്ച്, ശ്രീരാമനെ വിമർശിച്ചൊക്കെ എത്രയോ നോവലുകളും കൃതികളും ഒക്കെ ഈ നാട്ടിൽ എത്രയോ ഇറങ്ങിയിട്ടുണ്ട്, സിനിമകൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെയും ഈ നാടിന്റെ ഭാഗമല്ലേ? അതുകൊണ്ട് അവരെ ആരും കുറെ ആളുകൾ ആദരാധിക്കുന്നുണ്ട് എന്ന് കരുതി അവരാരും വിമർശനാതീതരാണ് എന്ന് പറയാൻ കഴിയുമോ? നോക്കൂ, അപ്പൊ അതിനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇങ്ങനെ ആരെങ്കിലും ഒക്കെ എതിർപ്പ് എവിടെങ്കിലും വെച്ചാൽ ആർക്കും എതിർപ്പില്ലാത്ത ഒരു അഴകുഴമ്പൻ നിലപാടിൽ നമ്മൾ പോയാൽ മതി എന്നാണോ? എന്നുള്ളതല്ല. നമ്മൾ എല്ലാ കാര്യത്തിലും രണ്ടു ഭാഗം നോക്കി പോകണം. നമുക്ക് ഈ കിട്ടുന്ന സ്വാതന്ത്ര്യം, ഇപ്പൊ ഇന്ന് തന്നെ ഇവിടെ ബന്ദ് നടത്തുന്നു, അല്ലെങ്കിൽ ഹർത്താൽ നടത്തുന്നവർ പിടിച്ച പിടിയാല് അല്ലല്ല, ഞങ്ങൾ അതുപോലെ തന്നെയാണ്. ഞങ്ങൾ ഈ പേരിടും, ഈ പേരിട്ടിട്ട് ഈ വിശ്വാസത്തെ ഞങ്ങൾ നാട്ടിക്കും, ഇത് ഞങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും പേരിട്ട് ആരെങ്കിലും പറഞ്ഞാൽ നാറിപ്പോകുന്നതല്ല ഇന്ത്യയിലെയോ ലോകത്തെയോ ഏതെങ്കിലും ഒരു മതവിശ്വാസം. അതിന് ഏത് മതവിശ്വാസം ആയിക്കോട്ടെ, ആരെങ്കിലും ഒരാളിങ്ങനെ നാറ്റിക്കാൻ ഒരു പേര് പറഞ്ഞെന്ന് എഴുതി, അല്ലെങ്കിൽ നോവൽ എഴുതിയാലോ സിനിമ എടുത്താലോ നാറിപ്പോകുന്നതാണോ ഈ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത്? അത് അങ്ങനെയൊന്നും അല്ല. അതിനെ അത്ര വില കുറച്ച് കാണരുത്. ആളുകളുടെയൊക്കെ വിശ്വാസം എന്ന് പറയുന്നതിന് അത്ര നമ്മൾ വില കുറച്ചും അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെ നമ്മുടെ കേരള മുഖ്യമന്ത്രിയെ പറ്റി വളരെ മോശമായിട്ട് രീതിയിൽ ഒന്ന് വികൃതമായിട്ടൊരു പടം വരയ്ക്കുകയോ അല്ലെങ്കിൽ ചിത്രീകരിക്കുകയോ ചെയ്ത് എത്രയോ വിമർശനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചും ഏതെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള കാർട്ടൂണുകൾ, ഏതെല്ലാം തരത്തിലുള്ള അധിക്ഷേപങ്ങൾ വരുന്നു, അതിനെല്ലാം അവരെല്ലാം പ്രതികരിക്കുന്നുണ്ടോ? പ്രതികരണമുണ്ട്. എവിടെ പ്രതികരണം? ഇഷ്ടം പോലുണ്ട്. താങ്കളെ ഒന്ന് വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. താങ്കൾ ഇന്റർനെറ്റിലോട്ട് പ്രധാനമന്ത്രിയെ കുറിച്ചായാലും മുഖ്യമന്ത്രിയെ കുറിച്ചായാലും ഒക്കെ ഇനി ഏത് പ്രധാനപ്പെട്ട ഈ രണ്ട് പർട്ടിക്കുലർ വ്യക്തികൾ മാത്രമല്ല, ആ സ്ഥാനത്തിരിക്കുന്ന ആര് വന്നാലും അവർക്കെതിരെയൊക്കെ ഇത്ര ഒരുപാട് വിമർശനങ്ങൾ വരാറുണ്ട്. അവരെയൊക്കെ മറ്റു പലതായി ചിത്രീകരിച്ചുകൊണ്ട് കാർട്ടൂണുകൾ എത്രയാണെങ്കിലും ഇപ്പൊ എത്രയോ പേര് ഈ ഇതുപോലുള്ള പ്രതികരണങ്ങളുടെ ഭാഗമായിട്ട് കോടതി അല്ല അതൊക്കെ ഉണ്ടാവും. അതുണ്ടാവുന്ന വെച്ചാൽ അത് ശരിയാണെന്ന് വാദിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത് ശരിയാണെന്ന് ഒരു വിഭാഗത്തിന് ശരിയാണെങ്കിൽ മറ്റൊരു വിഭാഗത്തിന് ശരിയല്ല. ശരി, ഓക്കെ. എന്നാൽ താങ്കളുടെ അഭിപ്രായത്തിൽ വിമർശിക്കാൻ എന്തായാലും ശരി. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇത് വളരെ ദയനീയമായ നമ്മുടെ നാട്ടിലെ അവസ്ഥയാണ് കിരൺബാബു. കാര്യവും ഇവര് ഇത് അപകട നില കരകവിഞ്ഞൊഴുകുക, റെഡ് അലർട്ടായിപ്പോ. കാര്യം അത്രയും പരിതാപകരമായ അവസ്ഥയാണ്. ഇവരാരും മോശമല്ല. ഇന്നിപ്പോ ഇവരെന്ന് മാത്രം ഇപ്പൊ കഴിഞ്ഞ നടക്കുന്ന ആദർശമൊക്കെതിരായിട്ട് കണ്ടില്ലേ, കേരള സ്റ്റോറിക്കെതിരായിട്ട് കണ്ടില്ലേ. ഇതൊരു പ്രത്യേക ഒരു ഇവരെല്ലാം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യൽ മീഡിയയില് ഒരു വാർത്ത നമ്മുടെ ഇടയ്ക്കൽ ഒരു കവിത കേൾക്കുന്നുണ്ട്. അഴിച്ചു വിട്ടാൽ പിടിച്ചു കെട്ടാൻ കഴിയില്ലെന്ന് തിരിച്ചറിയുക. ഇതെല്ലാ ആൾക്കാർക്കും ഈ തിരിച്ചറിവുണ്ടാകണം. ഈ നാട്ടില് ഈ ഇല്ലാതെ ദൈവത്തിന്റെ പേരിൽ ഈ ദൈവം എന്ന് പറഞ്ഞ സങ്കല്പം അങ്ങനെ ഇല്ല. ഇത് പൊട്ടത്തിലാണ്, ഉടായിപ്പാന്ന് എല്ലാ മനുഷ്യരും ചിന്തിക്കുന്ന കാലം എന്ന് വരുന്നോ അന്ന് ഈ നാടകം ഉണ്ടാവും. കാര്യം ദൈവത്തെ കൊണ്ട് ഒരു ചുക്കും ചുണ്ണാമ്പ് ചെയ്യാനാവില്ല. അങ്ങനെ ദൈവം എന്ന് അങ്ങനെ സംഗതി ഇല്ല. ഞാൻ ഇപ്പം വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നത്, ഏതെങ്കിലും ദൈവത്തിന് കഴിവുണ്ടെങ്കിൽ എടാ ദാസ നിന്റെ ശബ്ദം നാളെ മുതൽ ഈ പൊതുവേദി കേൾപ്പിക്കുകയാണ് പറയാൻ തന്റെ ഏതെങ്കിലും ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ വെല്ലുവിളിക്കുക. അപ്പൊ ആദ്യം മനുഷ്യന് ഈ ദൈവം ഇല്ലാന്ന് ചിന്തിക്കാൻ പഠിക്കണം. അതോടുകൂടി നാളെ പ്രശ്നം മൊത്തം തീരുമാവും. ശരി ശ്രീദാസൻ, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കും ഇല്ല എന്ന് വിശ്വസിക്കുന്നവർക്കും ഒരുപോലെ ജീവിക്കാൻ അവകാശമുള്ള നാടാണ് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം. നമ്മുടെ ചരിത്രം തന്നെ അങ്ങനെയാണ്. ചാർവാകൻ്റെ കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ ചരിത്രം എന്നതുകൂടിയുണ്ട്. ശ്രീ അബു ആണ് കോതമംഗലത്ത് നിന്നും. ശ്രീ അബു, താങ്കൾ എങ്ങനെയാണ് ഒരു സിനിമയിൽ ജാനകി വേഴ്സസ് കേരള സ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആ ജാനകി സീതയാണ്, അതുകൊണ്ട് ആ പേര് പറ്റില്ല, ജാനകിക്ക് ഇപ്പോൾ എൻഷിൽ ഇടേണ്ടി വന്ന അവസ്ഥയിലാണ് അവിടുത്തെ നിർമ്മാതാക്കൾ നിൽക്കുന്നത്. ശ്രീ അബു, താങ്കൾക്ക് പറയാം. ഹലോ, ഇത് നിലവില് സിനിമയും സിനിമയുടെ പേരുകളും അതിൻ്റെതായ വഴിയിൽ പോകട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. ഹലോ, പറഞ്ഞോളൂ താങ്കൾ. സിനിമയും സിനിമയുടെ പേരുകളും അതിൻ്റെതായ വഴിയിൽ പോകട്ടെ. അത് മതവുമായി കൂട്ടിക്കലർത്തി
ആവശ്യമില്ലാത്ത ഒരു ചർച്ചകളിലേക്ക് വിട്ട ജനങ്ങളിൽ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പീതാംബരനാണ്. ശ്രീ പീതാംബരൻ പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, താങ്കൾ പറഞ്ഞോളൂ. പക്ഷേ എനിക്ക് പറയാനുള്ളത് സിനിമയായിട്ടും യാഥാർത്ഥ്യമായിട്ടും പോകട്ടെ എന്നുള്ളതാണ്. സിനിമയുടെ വഴിക്ക് പോകട്ടെ, സിനിമയുടെ വഴിക്കും യാഥാർത്ഥ്യത്തിന്റെ വഴിക്കും പോകട്ടെ. ഈ ഒരു സാധനം, ഈ ഒരു കേന്ദ്രമന്ത്രിയാണ് ഈ പടത്തിന്റെ ഉത്പാദകൻ. ഇത് സെൻസർ ബോർഡല്ല അവരുടെ കയ്യിലിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഈ പടത്തിനൊരു പ്രൊമോഷനാണ് ആ കൊടുത്തിരിക്കുന്നത്. കാരണം ഇതിന് ആള് കയറണം, വിവാദമാകുമ്പോഴല്ലേ ആള് കയറുള്ളൂ. ഇതൊരു വിഷയവുമില്ല. ഈ ദൈവങ്ങളുടെ പേരില്ല. പട്ടിക്കും പൂജക്കും വരെ ഉണ്ട്. പട്ടിക്കും പൂജക്കും വരെ ദൈവങ്ങളുടെ പേര് പര്യായം എടുത്താലേ ഒരു പേരിലും വ്യത്യാസമില്ല. ഇഷ്ടംപോലെ അക്ഷരം വരെ മലയാളത്തിൽ കിടക്കുന്നത്, കൂട്ടുകെട്ടാൽ പേരിടുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സിനിമയായിട്ട് മാത്രം കണ്ടാൽ മതി. അല്ലാതെ ഇതിന്റെ പേരിൽ ഒരു തല്ലുപിടുത്തമോ ഒരു ബഹളമോ അല്ലെ സെൻസർ ബോർഡിന് വീടോ ഇല്ലേ ഈ കാര്യത്തിന്. ഒരു സിനിമയാണെന്നും എന്തോരം ഇത് വന്നിട്ടുണ്ട്. ദൈവങ്ങളെന്ന് പറയുന്നത് പുരാണ പുസ്തകങ്ങൾ തിരുത്തി എഴുതാൻ ഇവർ തയ്യാറുണ്ടോ? എന്തെല്ലാം വൃത്തികേടാണ് പുരാണത്തിൽ ദൈവങ്ങൾ തമ്മിൽ കാണിച്ചിട്ടുള്ളത്. അതെല്ലാം തിരുത്തണ്ടേ? ഇവരെന്തുകൊണ്ട് അത് പറയുന്നില്ല? അവരെന്തുകൊണ്ട് പറയുന്നില്ല? ഈ ദൈവങ്ങളെന്ന് പറഞ്ഞ സാധനത്തിനെ കൊണ്ട് നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിക്കും? എണ്ണിയാൽ തീരാത്ത ദൈവങ്ങളാണ് ഇവിടെയുള്ളത്. ഇവിടെ ഈ പ്രളയം വന്നു, എല്ലാം വന്നു, രക്ഷിക്കാൻ ദൈവമില്ല. ദൈവത്തെ വരെ നമ്മളാ രക്ഷിച്ചത്. ഒഴുകിപ്പോയ ദൈവങ്ങളെയൊക്കെ പെറുക്കിയെടുത്ത് നമ്മളാ കൊണ്ടേ പെറുക്കി വെച്ചത് അവിടെ. ദൈവങ്ങളല്ലേ വന്നിട്ടുള്ളത്. അപ്പോ അതിന്റെ പേരും പറഞ്ഞ് ഇവിടെ ഈ ബഹളം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ഇത് ഒരു മണ്ടൻ തീരുമാനമാണ്. അത് ഞാനൊരു കാര്യം കൂടി പറയാം. തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ ആ ഇലക്ഷൻ എടുത്തപ്പോ ഒരു മാതാവിന്റെ തലയിൽ ഒരു സ്വർണ്ണക്കിരീടം കൊണ്ട് വെച്ചു. ക്രിസ്ത്യാനികളുടെ വോട്ട് മുഴുവൻ കിട്ടി. ആ തന്ത്രം ഇന്ന് പ്രയോഗിച്ചു നോക്കുകയാണ് ഈ മണ്ടൻ. അല്ലാതെ അത്ര പേര് തന്നൊന്നുള്ളിയാണ്. ഇത്രയും വൃത്തികെട്ടൊരു മറ്റൊന്നും അറിയില്ലേ ഒത്തിരി. എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരാളെ കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ല ശ്രീ പീതാംബരൻ. അദ്ദേഹം ഒരു ജനപ്രതിയാണ്. അദ്ദേഹത്തെ കുറിച്ച് അല്ല ഇപ്പൊ പല പ്രസ്താവനകളും വന്നുള്ളത് പോലെ അല്ലല്ല, അങ്ങനെ നമ്മൾ ഒരാളെ കുറിച്ച് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കരുത്. താങ്കൾക്ക് അദ്ദേഹത്തെ വിമർശിക്കാം, പക്ഷേ ഒരാളെ അങ്ങനെ മണ്ടൻ എന്ന് പറയുന്നത് അത് ശരിയല്ല. അത്ര മോശപ്പെട്ട ആളില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയല്ല. അത് അദ്ദേഹം ഒരു ജനപ്രതിയാണ്. വോട്ട് വാങ്ങി ജയിച്ചാണ്, അല്ലാതെ ആകാശത്തൊന്നും പൊട്ടി വീണ് ആയ ആളല്ല. വിവരക്കുറവുള്ളവരെന്നാണ് ഞാൻ പറഞ്ഞത്. കേട്ടില്ല, മണ്ടന്റെ അർത്ഥം എങ്ങനെയാണ്? അതുകൊണ്ടാണ്. ശരി, ഓക്കെ. എന്തായാലും ശ്രീ പ്രഷറുടെ കൂടി ശ്രദ്ധയ്ക്ക് നമ്മൾ ഏത് രാഷ്ട്രീയ നേതാവിനെയോ ഏത് ആളിനെയോ വിമർശിക്കാം, അതിലൊന്നും തെറ്റില്ല. പക്ഷേ ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലാവരുത് ആ വിമർശനം. അതൊരു സാമാന്യ മര്യാദയാണ്. ആ മര്യാദ പാലിക്കാൻ എല്ലാവരും തയ്യാറാവണം. ശ്രീ രാജേഷാണ്, ഗുരുവായൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാജേഷ്, താങ്കൾ എങ്ങനെയാണ് ഈ ജാനകി വേഴ്സസ് കേരള സ്റ്റേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പേര് ജാനകി, അത് സീതയുടെ പേരാണ്, അതുകൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയുന്ന ന്യായത്തെ കാണുന്നത്? ഇത് ഒരു ശരിയായ രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ ജാനകി എന്നുള്ള പേരിടുന്നതുകൊണ്ട് ഏത് മതവികാരമാണ് വ്രണപ്പെടുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയിട്ടില്ല. പിന്നെ ഇതിനു മുമ്പും ഒരുപാട് സിനിമകളിൽ നമ്മൾ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾക്ക് പേരിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇപ്പോ നമ്മളെ അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് നാളെ നമ്മുടെ മറ്റുള്ള സ്വാതന്ത്ര്യങ്ങളിലും കടന്നു കയറും എന്നുള്ള ഒരു ആശങ്ക നമുക്ക് ഒരു പൗരൻ ചിന്തിച്ചാൽ അതിനെ തെറ്റി പറയാൻ പറ്റുമോ? ശരി, എന്റെ അഭിപ്രായം കലയെ നമ്മുടെ കലയുടെ വഴിക്ക് വിടണം. അത് നമ്മുടെ ഒരു എന്റർടൈൻമെന്റിനായിട്ടുള്ളൊരു മാധ്യമമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു രാഷ്ട്രീയമായിട്ടും രാഷ്ട്രീയം വേറെ, കല വേറെ, അത് രണ്ടും രണ്ടായിട്ട് പോകണം എന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം. ഈ കാര്യത്തിൽ വ്യക്തമാണ്. നമുക്ക് മറ്റ് പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത് നിന്നും. ശ്രീ ശിവദാസൻ, ഈ പേരിടുമ്പോൾ അത് ദൈവങ്ങളുടെ പേര് പറ്റില്ല, സിനിമയ്ക്ക് പറ്റില്ല, അല്ലെങ്കിൽ നായകനോ പ്രതിനായകനോ ഒക്കെ പറ്റില്ല എന്നൊക്കെ തീരുമാനിച്ചാൽ മുൻകാലാടിസ്ഥാനത്തിലാണെങ്കിൽ മലയാളത്തിലെ ഒട്ടുമിക്ക പടങ്ങളും, ഭൂരിപക്ഷം പടങ്ങളും ചിലപ്പോൾ നിരോധിക്കേണ്ടി വരും, അല്ലെങ്കിൽ പേര് മാറ്റേണ്ടി വരും എന്നുള്ളതൊക്കെ വരില്ലേ? ഫൈൻ, പറഞ്ഞോളൂ. വിഷയം എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഇത് കേൾക്കേണ്ട കാര്യമാണ്. പട്ടാളം ജാനകി സിനിമ ഉണ്ടായിരുന്നു. ഞാൻ അത് 5 വട്ടം കണ്ടു. പട്ടാളം ജാനകി എന്റെ അമ്മയുടെ പേര് ജാനകി എന്നാണ്. അപ്പോ ഇപ്പോ നമ്മുടെ ഒരു ഇന്ത്യയില് ഈ സിനിമയെ പറ്റി ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു മതസംഘടനയോ ആരും പറയാത്ത വിഷയം
ഇന്ത്യ ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്ന സെൻസർ ബോർഡ് ഈ ജാനകിയുടെ പേര് ഇത്ര ഇഷ്ടപ്പെട്ട കാര്യം എന്താ? സുരേഷ് സാർ എന്താ വിചാരിച്ചത്? ഈ ഹിന്ദുക്കളെ ഭരിക്കുന്ന ഇന്ത്യ ഭരിക്കുമ്പോ ആരെങ്കിലും എതിർക്കാൻ വേണ്ടി വന്നോ? ഈ മഠത്തിലൊക്കെ മാറ്റി വയ്ക്കുക. ഇതൊന്നും ശരിയല്ല, സമീപനം ശരിയല്ല. അത് വലിയ ഹാപ്പിയാണ് ഇന്ന്. കാരണം അദ്ദേഹം 3 പേർക്ക് ഉപ്പയാണ്. ഞാനും സുരേഷ് സാർ ഒരുമിച്ച് മദ്രാസിൽ കടന്ന് നിങ്ങൾക്ക് ആ കൊടുക്കും പരിപാടിയിൽ പങ്കെടുത്തോടെ ഞാനാണ്. 5ാമത്തെ എപ്പിസോഡിൽ കയറി ഞാനാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരിയാണ്, മനുസ്നേഹിയാണ്, എന്നെ ഏറ്റവും ഈശ്വരനെ കാണുന്ന വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹത്തിനെ അദ്ദേഹം ഞാനും സുരേഷ് സാറും നിങ്ങൾക്ക് ആ കൊടുക്കും പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. സാറിന് അറിയാമോ? അത് എനിക്ക് മനസ്സിലായില്ല. ഞാനും സുരേഷ് സാറും കൂടി നിങ്ങൾക്ക് ആ കൊടുക്കും പരിപാടി ഏഷ്യന്റെ പരിപാടി ഉണ്ടായിരുന്നു സാറേ പണ്ട്. അന്ന് ഞാൻ പങ്കെടുത്തപ്പോ സാറിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. അന്ന് എനിക്കൊന്നും കിട്ടിയില്ല. അന്ന് അദ്ദേഹം പറഞ്ഞു, നീ കൊടിശ്ശൻ നാം സുഭാഷ്, നീ അധ്വാനിയാണെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം മറന്നു തുപ്പാൻ പാടില്ല. ഒരു വ്യക്തിയാണ്, ഒരു എന്താ പറയാ, എല്ലാവർക്കും ഒരു ഉപകാരിയാണ്. അല്ല, ഇതിൽ സുരേഷ് ഗോപി ഏതെങ്കിലും തരത്തിൽ ഇടപെട്ട? സുരേഷ് ഗോപി പടത്തിൽ നായകനാണ് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിൽ ഇല്ല സാർ. ഇല്ല, ഇത് സാർ വീണ്ടും ഞാൻ കേട്ടെ ഇതിനെ എന്റെ പൊന്ന് അനിയെ കേട്ടോ. ഈ സെൻസർ ബോർഡ് ഇന്ത്യ ഗവൺമെന്റ് ആണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി സംഘടന എതിർത്തോ? ഇല്ല. സെൻസർ ബോർഡ് എത്തിട്ട വിഷയം അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ സെൻസർ ബോർഡൊക്കെ ഇത്തരത്തിൽ പെരുമാറാൻ തുടങ്ങിയാൽ സെൻസർ ബോർഡിനൊരു കോമൺ സെൻസ് ഒക്കെ വേണ്ടേ എന്നുള്ള ചോദ്യം പ്രധാനം തന്നെയാണ്. ശരി ശ്രീ ശിവദാസൻ, നമുക്ക് ചില യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. സുനിൽകുമാർ പറയുന്നത്, കേരളത്തിൽ ശുചിമുറി വരെ പൂട്ടിയിട്ട വൃത്തികെട്ട ഹർത്താൽ നടന്ന ദിവസമാണ്. അത് ചർച്ച ചെയ്യാത്തത് മോശമായി പോയി. ജാനകി വിഷയം ചർച്ച ചെയ്ത് എന്ത് നേടാനാണ് എന്ന് ചോദിക്കുന്നു. ഹർത്താലുമായി ബന്ധപ്പെട്ട വിഷയം അങ്ങനെ ചർച്ച ചെയ്യേണ്ട, കേരളത്തിലൊരു ഹർത്താൽ വന്നതോ അല്ലെങ്കിൽ കേരളത്തിൽ പണിമുടക്ക് വരുന്നതൊന്നും ആദ്യമായിട്ടുള്ള ഒരു സംഭവമല്ല. കേരളത്തിൽ അങ്ങനെ തൊഴിലാളി അവകാശങ്ങൾക്ക് വേണ്ടി പല സമരങ്ങളുമൊക്കെ പല ഘട്ടത്തിലും നടന്നിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വലിയ വിഷയത്തിലേക്കൊന്നും അത് വന്നിട്ടില്ല. പക്ഷേ കേരളത്തിൽ സ്വതന്ത്രമായി സിനിമ എടുക്കാനുള്ള അവകാശം, സ്വതന്ത്രമായി കൃതികൾ രചിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്ന ഒരു നാടാണ്. ആ നാട്ടിലെ ഒരു സിനിമയ്ക്ക് ജാനകി എന്ന പേര് കൊടുക്കാൻ പോലും കഴിയില്ല എന്നുള്ള അവസ്ഥ വന്നാൽ അത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് ശ്രീ സുനിൽകുമാർ. അതിന് യാതൊരു സംശയമില്ല. ഈ ചർച്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ള ചില ആളുകളൊക്കെയാണ് ഇതിൽ മറ്റഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. നീചമായ പണിമുടക്കിനെ പറ്റി ചർച്ച ചെയ്യണമെന്ന് കരുതിയത്. പണിമുടക്ക് എങ്ങനെയാണ് നീചമാകുന്നത്? ഓരോ മനുഷ്യനും പണിമുടക്കാനുള്ള അവകാശം കൂടി ചേർന്നാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അതിൽ ആരെങ്കിലും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യണം. അങ്ങനെ ഗൗരവമായ വിഷയങ്ങളൊന്നും കേരളത്തിലെ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നല്ല, അത്തരത്തെ വലിയ ഗൗരവമായ വിഷയങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തായാലും അത്തരം ചില അഭിപ്രായങ്ങളൊക്കെയാണ് അവരെല്ലാവരും ഇത് ജാനകി വിഷ്ണുദേവൻ എന്നാണെന്നൊക്കെ പറയുന്നത്. എന്താണെന്ന് മനസ്സിലായില്ല. മെരിറ്റിൽ കേസ് വിധി പറയുന്നതിന് പകരം സിനിമ കണ്ട ശേഷം മധ്യസ്ഥ ചർച്ച നടത്തി വിധി പറയുന്നത് തെറ്റായ കീഴ്വഴക്കമാകും. തമിഴ്നാട്ടിൽ ദൈവം, ഈശ്വരൻ എന്ന് പേരുള്ളവരുണ്ട്. ഇനി അവരുടെ പേരിന് എന്ത് സംഭവിക്കും? തമിഴ്നാട്ടിൽ മാത്രമല്ല ശ്രീ സലീം വി എ, കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളുടെയും പേര് ഏതെങ്കിലും, പ്രത്യേകിച്ച് ഹിന്ദു നാമധാരികളായ ആളുകളുടെ ഒക്കെ പേരുകൾ ഏതെങ്കിലുമൊക്കെ ഹിന്ദു ദൈവങ്ങളുമായി ബന്ധപ്പെട്ട പേരുകളാണ് മഹാഭൂരിപക്ഷം ആളുകൾക്കും ഉള്ളത്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഹർത്താൽ ആക്രമണങ്ങളെപ്പറ്റി ചർച്ചയാവുമെന്നാണ്, അതും നന്ദകുമാർ പി ആണ് പറയുന്നത്. ഇത് പ്രബുദ്ധ കേരളത്തിൽ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയെന്നാണ് അദ്ദേഹത്തിൻ്റെ. സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങൾ ക്രിസ്ത്യൻ നാമങ്ങൾ, റിയാലിറ്റി നല്ല ഡോക്ടേഴ്സ്, പോലീസ് ഓഫീഷ്യൽ നിരവധി ക്രിസ്ത്യൻസ് അല്ലേ എന്ന് ചോദിക്കുന്നു. സിനിമയിൽ സെബാസ്റ്റ്യൻ സി എ ആണ്. ശ്രീ സെബാസ്റ്റ്യൻ സി എ, ക്രിസ്ത്യാനികളുടെ പേരിൽ മാത്രമല്ല വില്ലന്മാരുള്ളത്. നമ്മൾ ഈ ചില കളിയാക്കാറുണ്ട്. ചില പത്രങ്ങൾ, ചില മതത്തിനുമായി ബന്ധപ്പെട്ട പത്രങ്ങളുടെ ഈ ചരമക്കോളമൊക്കെ വായിച്ചിട്ട് ചില പ്രായമായവർ ചോദിച്ചു എന്നൊക്കെ പറയുന്നത്, ഈ നമ്മുടെ മതക്കാരും സഭക്കാരും ഒക്കെ മാത്രം ഇങ്ങനെ മരിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ്? മറ്റുള്ളവരൊന്നും മരിക്കുന്നില്ല. ആ പത്രം അതിൻ്റേതായതുകൊണ്ട് അവരിൽ കൂടുതൽ വരുന്നു എന്ന് പറയുന്ന പോലെ താങ്കൾ ഈ ക്രിസ്ത്യൻ പേരുള്ള വില്ലന്മാരുടെ പേരുകൾ മാത്രമേ കാണുന്നുള്ളൂ. ഹിന്ദു പേരുള്ളതും മുസ്ലിം പേരുള്ളതുമായ ഒരുപാട് വില്ലന്മാർ നമ്മുടെ സിനിമയിൽ അനവധിയുണ്ട്. അതുകൂടിയൊക്കെ കാണണം. അങ്ങനെ കൃത്യമായി എല്ലാവരും അങ്ങനെ പേര് നോക്കി വില്ലൻ അങ്ങനെ പേര് നോക്കി കൊടുക്കുന്ന ചിലരൊക്കെ കാണും. പക്ഷേ മഹാപുരുഷ സിനിമകളിലും അങ്ങനെയല്ല. അവർ ഒരു പേര് കൊടുത്തു. അയ്യപ്പനും കോശി എന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത്, അതൊക്കെ ഇപ്പോഴാണെങ്കിൽ പ്രയാസമായി പോയേനെ. അയ്യപ്പനെ അവമാനിക്കലാണ് അത് സിനിമ എന്നൊക്കെ പറഞ്ഞേനെ. തുമ്മിയാൽ തെറിക്കുന്ന മൂക്ക് പോട്ടെ എന്ന് സെബാസ്റ്റ്യൻ സി എ പറയുന്നു. രാഷ്ട്രീയ നേതാക്കളുടെ പേരിട്ട് സിനിമ ഇറക്കാം. ഉദാഹരണം പിണറായി വിജയൻ എന്ന് പേരിട്ട് സിനിമ ഇറക്കി നോക്കൂ, അപ്പോൾ കാണാം എന്ന് പറയുന്നു. ഈ രാഷ്ട്രീയ ചന്ദ്രനാണ് പറയുന്നത്. ശ്രീ ചന്ദ്രൻ, കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ, പിണറായി വിജയനെ, വി എസ് അച്യുതാനന്ദനെ, ഉമ്മൻചാണ്ടിയെ, എ കെ ആന്റണിയെ, കെ കരുണാകരനെ ഒക്കെ പച്ചയ്ക്ക് കാണിക്കുന്ന എത്രയെങ്കിലും സിനിമകൾ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അത്തരം സിനിമകളൊക്കെ ആ രാഷ്ട്രീയക്കാർ അതിനെതിരെ വിമർശനം പറയുമായിരിക്കും. പക്ഷേ അതിനെതിരെ ഇത്തരത്തിൽ ആ പേര് വെച്ച് നിങ്ങൾക്ക് പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ രൂപസാദൃശ്യം വെച്ച് പറ്റില്ല. മിമിക്രിക്കാരാണെങ്കിൽ ഇവരൊക്കെ നേരിട്ട് അതിനേക്കാൾ അപ്പുറത്തെ കളിയാക്കലുകളൊക്കെ ചെയ്യുന്നതാണ്. അതൊക്കെ ഇവിടെ ഒക്കെ ചേരുന്നതാണ്. അല്ലാതെ അങ്ങനെ ഒരു സിനിമ ഇറങ്ങിക്കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കും എന്നൊന്നും ശ്രീ ചന്ദ്രൻ താങ്കൾക്ക് തോന്നേണ്ടതില്ല. താങ്കളുടെ അഭിപ്രായത്തോട് വിയോജിക്കുകയാണ്. സീത രാമായണത്തിൽ അതെന്താ മനസ്സിലാകുന്നില്ല സെബാസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇത് സുരേഷ് ഗോപി പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്ത വേലയാണെന്ന് സാം ഫിലിപ്പ് പറയുന്നു.
കീമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ലേ എന്ന് ഹരി ചോദിക്കുന്നു. കീം ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പക്ഷേ പൊതുവേദിയുമായി ബന്ധപ്പെട്ട സാധാരണ വിളിക്കുന്ന പ്രേക്ഷകർ കൂടുതൽ അങ്ങനെ പൊതു വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ കീം ഈ വിഷയം എടുത്തത്. എന്തായാലും കീം നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. 5 മണിക്ക് അടക്കമുള്ള വാർത്തകളിലുമൊക്കെ അത് വിശദമായി തന്നെ 8 മണിക്കും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകണമെന്നുണ്ട്. ശ്രീ ഗോവിന്ദൻ നമ്പൂതിരിയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ ഗോവിന്ദൻ നമ്പൂതിരി, കേരളത്തിലെ ഒട്ടേറെ ആളുകളുടെ പേരുകൾ, ഇപ്പോൾ താങ്കളുടെ പേരായാൽ പോലും ഒരു ദൈവത്തിൻ്റെ പര്യായമാണത്. അങ്ങനെ മലയാളത്തിലെ ഉള്ള ഓരോ മനുഷ്യരുടെ ഒക്കെ പേരുകളിനകത്ത് ഇങ്ങനെ ദൈവത്തിൻ്റെ പര്യായം, അത് നായക കഥാപാത്രവും വില്ലൻ കഥാപാത്രവും സിനിമയുടെ പേരും ഒക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒക്കെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട, അല്ലെങ്കിൽ സെൻസർ ബോർഡ് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടതുണ്ടോ? കിരൺ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യരാണ് ദൈവങ്ങളെ സൃഷ്ടിച്ചതെന്ന് നമുക്ക് പറയേണ്ടി വരും. പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കിരൺ, ഈ സെൻസർ ബോർഡില്ലേ, ഇപ്പോഴത്തെ സെൻസർ ബോർഡ് എത്രയും പെട്ടെന്ന് ആ സെൻസർ ബോർഡിനെ പിരിച്ചുവിടണം. കാരണം ഈ എമ്പുരാൻ സിനിമ അവര് കൊടുത്തല്ലോ, എമ്പുരാൻ സിനിമ. അതെ, ആ എമ്പുരാൻ സിനിമ വന്നിട്ട് പിന്നീട് അവരത് മാറ്റിയില്ലേ, ഈ സെൻസർ ബോർഡ് തന്നെ. അവരാദ്യം അവർ കംപ്ലീറ്റ് പിന്നെ അത് മാറ്റി 90 കട്ടോ 75 കട്ടോ ചെയ്തില്ലേ. ഇപ്പൊ കിരൺ പറഞ്ഞവർ എന്റെ പേര് ഗോവിന്ദൻ, നമ്മുടെ ഗോവിന്ദൻ മാസ്റ്ററുടെ പേരും ഗോവിന്ദൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഹിന്ദു നാമധാരികൾ മാത്രമല്ല, ക്രിസ്ത്യൻ, മുസ്ലിംസ് എല്ലാം ദൈവങ്ങളുടെ മുഹമ്മദ് ഇല്ലേ, മുഹമ്മദ് പേര് വളരെ കോമണാണ്. അപ്പം എല്ലാ ജാതി വിഭാഗത്തിലും ഈ ഇതുണ്ട്, ദൈവത്തിന്റെ പേര് ഇടുന്നുണ്ട്. അപ്പോ എന്ന് വെച്ച് നമുക്കൊരു സിനിമയ്ക്കകത്തൊരു പേരിടാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. പിന്നെ ഇപ്പൊ മുമ്പ് സംസാരിച്ച ഒരു പ്രേക്ഷകൻ പറഞ്ഞ പോലെ ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഓക്കെ, ദൈവത്തിന്റെ പേരിട്ടു. ആ പേരിടുമ്പോൾ അവിടെ ആ ക്യാരക്ടറെ അവഹേളിച്ചുകൊണ്ട് എന്തെങ്കിലും വരുന്നുണ്ടോ? അത് വേണം നോക്കാം, അങ്ങേയറ്റം വേണമെങ്കിൽ നോക്കാവുന്നൊരു കാര്യം. അത് നോക്കേണ്ട കാര്യമില്ല, കാരണം ഒരു സിനിമയാണ്, അതുകൊണ്ട് നോക്കേണ്ട കാര്യമില്ല. അടിയന്തരമായിട്ട് ഈ സെൻസർ ബോർഡിനെ പിരിച്ചുവിടണം. കാരണം ഇവരെ എടുക്കുന്ന ഇരട്ടത്താപ്പാ. കാരണം ഒരു സിനിമയ്ക്ക് വേറെ രീതി ഇത് കൊണ്ടിരുന്നു, ഇപ്പൊ വേറൊരു പാറ്റേണിൽ കൊണ്ടിരുന്നു. അത് എമ്പുരാൻ നോക്കി, എമ്പുരാൻ അവർ പ്രദർശന അനുമതി കൊടുത്തു, വലിയ ക്വാളിറ്റി സൃഷ്ടിച്ചതിന് ശേഷം 80-70 കട്ട് ചെയ്തു അവര് തന്നെ. അത് കോടതി ഒന്നും പോയ കേസിൽ അവര് തന്നെ കട്ട് ചെയ്തല്ലേ ഈ ഇത് വന്നപ്പോഴത്തേക്ക്. അപ്പൊ ഈ പടത്തിന് ഈ പേര് മാറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താ ഒരു ലോജിക്കില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. സിനിമയുടെ പേര് മാറ്റി ഇത് ഏത് സെൻസർ ബോർഡാണ്? ഈ സെൻസർ ബോർഡുകാർ എങ്ങനെയാണ് ഒരു മിനിമം സെൻസിലൊക്കെ ചിന്തിക്കേണ്ട മനുഷ്യരല്ലേ എന്നുള്ള ചോദ്യം ഏത് മനുഷ്യനും ഉണ്ടാവും. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾ എങ്ങനെയാണ് ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള സിനിമയിൽ ജാനകിക്ക് ഇപ്പോൾ എൻഷ്യൽ ബി കൊടുക്കേണ്ട അവസ്ഥയിലാണ്? കിരൺ സാറേ നമസ്കാരം. നമസ്കാരം. ഇന്നിപ്പോ സ്റ്റുഡിയോയിൽ എത്താൻ വേണ്ടി ആരും തടഞ്ഞില്ലേ സാർ? മാധ്യമപ്രവർത്തകർക്കും പോലീസുകാർക്കും ഒക്കെ സമരമായാലും ഹർത്താലായാലും കോവിഡ് ആയാലും ഒക്കെ ജോലി ചെയ്യേണ്ട ആളുകളാണല്ലോ. ജോലി ചെയ്യണം, സമ്മതിച്ചു. അതോടൊപ്പം തന്നെ സാർ നമുക്ക് രോഗികളെയും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമുണ്ട് സാർ. അതെ. ഏതായാലും വിഷയത്തിലേക്ക് വരാം സാർ. ജാനകി, സീത, ശിവൻ, പാർവതി, ഗണപതി, മുരുകൻ, കർണൻ, കർണകി, ഗോപാലകൃഷ്ണൻ, അയ്യപ്പൻ, കൃഷ്ണൻ, മൂർത്തി, രാമൻ, നാരായണൻ, ഗോവിന്ദൻ, ഇതെല്ലാം നമ്മളുടെ മനുഷ്യർക്കുള്ള ഈ പേരുകളെല്ലാം മാറ്റേണ്ടി വരുമോ? ഒന്ന്. അതുകൂടാതെ തന്നെ സാർ, ഇന്ത്യ, ഇംഗ്ലണ്ട് ഇങ്ങനെ 2 കുട്ടികൾ വട്ടിയൂർക്കാവ് സ്കൂളിൽ പഠിക്കുന്നു. അവരുടെ പേര് മാറ്റേണ്ടതായിട്ട് വരുമോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ ഇപ്പോൾ എന്ന് വെച്ചാൽ അവർ +2 കഴിഞ്ഞിട്ടുണ്ടാവും. അവരെ ഞങ്ങൾ ആദരിക്കാൻ പോയിരുന്നു. ഇന്ത്യ, ഇംഗ്ലണ്ട് ഇങ്ങനെ 2 കുഞ്ഞുങ്ങൾ വട്ടിയൂർക്കാവ് സ്കൂളിലുണ്ട്. ഏതായാലും ശരി സാർ, എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ സെൻസർ ബോർഡൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് നരേന്ദ്ര നെതന്യാഹു എന്ന് പറഞ്ഞ് ഒരു വ്യാജ പേരിലിട്ട ഒരാൾ എല്ലാ മതങ്ങളെയും മാനിച്ച് സിനിമകളുടെ പേരായി മതബന്ധമുള്ള നാമങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നു. കറക്റ്റ് താങ്കളുടെ പേരിട്ടിരിക്കുന്നത് എന്തായാലും കൊള്ളാം, നരേന്ദ്ര നെതന്യാഹു എന്നൊക്കെ. വെറുതെ നമ്മുടെ പ്രധാനമന്ത്രിയെ കൂടി താങ്കൾ അവമാനിക്കേണ്ടതില്ല. നെതന്യാഹുവിനെ താങ്കൾ അവമാനിക്കുകയോ ഇല്ലയോ ഒക്കെ എന്നൊക്കെ താങ്കളുടെ ഇഷ്ടം. എന്തായാലും അങ്ങനെ എല്ലാവരുടെയും മതങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പേരുകളൊന്നും ഇടേണ്ടതില്ല എന്ന് മാത്രമല്ല, അങ്ങനെയൊക്കെ ആർക്കെങ്കിലും പ്രകോപനം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന മനുഷ്യരായിരുന്നു ഈ രാജ്യത്ത് നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന എത്രയോ ആളുകൾ. അവരൊക്കെ തെളിച്ച പാതയിലൂടെ തന്നെയാണ് ഈ രാജ്യം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അത് മനസ്സിലാക്കുക. ശ്രീ നരേന്ദ്ര നെതന്യാഹു. ശ്രീ ഷമീറാണ് കോഴിക്കോട് നിന്ന്. ശ്രീ ഷമീർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം. ഇതെന്താ അറിയോ, നമ്മുടെ
പേരുകൾ വെച്ച് നോക്കുമ്പോ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും പേരുകളൊക്കെ ആരുടെങ്കിലൊക്കെ ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. അതായത് ആരുടെങ്കിലൊക്കെ പര്യായമായിരിക്കും. ഇപ്പോ ശ്രീകൃഷ്ണന്റെ പര്യായം തന്നെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ബാലമുരളി, പിന്നെന്താ പറയാ മുരളീകൃഷ്ണ, കൃഷ്ണൻ, അങ്ങനെ പല പര്യായങ്ങളുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠൻ എന്നുള്ളൊരു കഥാപാത്രം ഉണ്ടായിരുന്നു ദേവാസുരത്തിൽ. അദ്ദേഹം ഒരു നായകനാണെങ്കിലും ചെയ്യാത്ത ഒരു വൃത്തികേടില്ലായിരുന്നു ആ സിനിമയിൽ. അപ്പോ എന്താ പറയാ, അദ്ദേഹം ശിവന്റെ ഒരു ഇതല്ലോ, പര്യായമല്ലോ മംഗലശ്ശേരി നീലകണ്ഠൻ. നീലകണ്ഠൻ ശിവനാണ്, ഒരു ദൈവത്തിന്റെ പ്രതീകമാണ്. അതുപോലെ അഹമ്മദ് കുട്ടിയും യേശുവും ബീശുവും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതെന്താ വിഷയിച്ചാൽ ഇത് റിയാലിറ്റിയിൽ മാത്രമല്ല. ഗോവിന്ദചാമിനെ അങ്ങനെയാണെങ്കിൽ എന്താ ഇവര് ചെയ്യേണ്ടത്? ഗോവിന്ദൻ ശ്രീകൃഷ്ണന്റെ പര്യായല്ലേ? അഹമ്മദ് എന്നുള്ള പേരിലുള്ളവരും യേശു ഗീശു എന്നുള്ള പേരിലുള്ളവരും എത്ര പേര് ഇവിടെ ഉണ്ടായിട്ടുണ്ട്? ഇത് വെറുതെ ഒരു കുത്തിരിപ്പാണ് സാർ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കണ്ണനാണ് ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത്. ശ്രീ കണ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സിനിമയൊക്കെ ഇനി എടുക്കുമ്പോൾ, ഇനി സിനിമ മാത്രമല്ല, നാളെ ഇനി കഥ എഴുതണമെങ്കിലും നോവൽ എഴുതണമെങ്കിലും ഒക്കെ അതിൽ പ്രതിനായകന്റെ പേരോ അല്ലെങ്കിൽ നായകന്റെ പേരോ ഒക്കെ ദൈവങ്ങളുടെ പേര് പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമോ? നമസ്തേ സാർ. നമസ്കാരം സാറേ. നമുക്ക് അറിയാം, കുറച്ച് കാലങ്ങൾക്ക് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഹിന്ദുക്കളായിട്ടുള്ള അവർക്ക് പോലും ദൈവങ്ങളുടെ പേരിടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഈ നമ്മൾ ഇപ്പൊ ഈ പറയുന്ന കണക്ക് ഈ സുരേഷ് ഗോപി തന്നെ കുറച്ചു നാൾ മുന്നേ മറ്റേ ഏകലവ്യൻ എന്ന് പറഞ്ഞ് അഭിനയിച്ചു. പക്ഷെ RSSകാർക്ക് അത് കുഴപ്പമില്ല. RSSകാർക്ക് ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള പ്രവൃത്തി കാണിക്കാം. പിന്നെ ഈ ദൈവം ആരുടെയാണ് സാർ ഈ ദൈവം എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു വിഭാഗക്കാരുടെയാണോ? ഞാൻ പറയുന്നത് ഇപ്പൊ കള്ളന്മാര് ഈ വിഗ്രഹങ്ങൾ എടുത്തിട്ട് പോകുന്നു. ഈ പള്ളികളിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും കാണിക്ക വഞ്ചി മോഷ്ടിക്കുന്നു. ഈ അന്നേരം ഈ ദൈവം വിഗ്രഹങ്ങൾ എടുത്തിട്ട് പോകുമ്പോ ഈ കള്ളന്റെ പെടലേക്ക് പിടിച്ചുകൂടെ? ആ പാവപ്പെട്ട പോലീസുകാരുടെ തലവേദന പിന്നെ ഈ കള്ളനെ കണ്ടുപിടിക്കുക. ഇതേ എന്തൊരു അവസ്ഥയാണ് ഇവരൊക്കെ ദൈവം. ഞാനൊരു ദൈവവിശ്വാസിയാണ്. പക്ഷെ എന്റെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശക്കുന്നവന് അന്നം മേടിച്ചു കൊടുക്കുമ്പോൾ അവന്റെ വിശപ്പ് മാറുന്ന ആ സ്ഥലത്താണ് ഞാൻ ദൈവത്തെ കാണുന്നത്. അതാണ് എന്റെ ദൈവവിശ്വാസം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ കണ്ണൻ. നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സിനിമയ്ക്ക് ദൈവങ്ങളുടെ പേര് പറ്റില്ലേ എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള സിനിമയുടെ പേരിലെ ജാനകി ദൈവത്തിൻ്റെ പേരാണെന്ന് പറഞ്ഞ് സെൻസർ ബോർഡ് അനുമതി നിഷേധിക്കുമ്പോൾ ഇപ്പോൾ ഒടുവിൽ കോടതിയിൽ തന്നെ നിർമ്മാതാക്കൾക്ക് അങ്ങോട്ട് പറയേണ്ട ഒരു ഗതികെട്ട അവസ്ഥ കൂടി വന്നിരിക്കുകയാണ്. ജാനകിയെ ജാനകിയാക്കി മാറ്റാം, ഇനിഷ്യൽ കൊടുക്കാം ജാനകിക്ക് എന്നുള്ള അവസ്ഥ. ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ശ്രീ മധു ആണ് പാലക്കാട് നിന്ന്. ശ്രീ മധു, താങ്കൾക്ക് പറയാം. നമസ്കാരം സാർ. ഞാൻ ഇന്ന് വിളിക്കേണ്ടെന്ന് കരുതിയിരുന്നതായിരുന്നു. എന്ത് പറ്റി? ഒരു അല്ല കാര്യം ഇതുപോലെ കാര്യമില്ല. പബ്ലിസിറ്റി പരസ്യത്തിന് വേണ്ടിട്ട് എന്റെ വായിലെ വെള്ളം കളയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എന്താണ് വിളിച്ചത്? അവർക്കൊരു പരസ്യം കിട്ടാൻ വേണ്ടി ഞാനൊക്കെ എന്തിനാ സാറേ വെറുതെ എന്റെ തോട്ടിൽ വെള്ളം കളയുന്നത്? ഞാൻ വിളിച്ചതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ, ഇപ്പൊ 2025 വന്നൊന്നല്ലേ പേര് മാറ്റം. മുമ്പ് സമാന വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പലപ്പോഴും സെൻസർ ബോർഡ് ആയിരുന്നില്ല എന്നേ ഉള്ളൂ. താറാവിന്റെ പൊന്മുട്ടെടുത്ത താറാവിന്റെ ആദ്യത്തെ പേരെന്തായിരുന്നു സാറിന് ഓർമ്മയില്ലേ? അതെ. അതുപോലെ നേരത്തെ ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പിന്നെ ഈ പറഞ്ഞ പോലെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർത്താ ചാനലുകാരുടെ കാരണറിയാം റേറ്റിംഗ് പ്രശ്നങ്ങള്. അതുകൊണ്ട് ഓരോ വിഷയങ്ങൾ കിട്ടുമ്പോ അതിനെ അപ്പൊ അതുകൊണ്ടുള്ള അവർക്കൊരു ഗുണമുണ്ട്, വലിയ ചെലവില്ലാതെ പരസ്യമായി. ഓക്കെ സാർ, അത്രേ ഉള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീമതി ബിന്ദുവാണ്, ചേർത്തലയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി ബിന്ദു, നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറഞ്ഞു. സ്ഥിരം പൊതുവേദി കാണുന്ന ഒരാളാണ്, വിളിച്ചിട്ട് കിട്ടാറില്ല. ഇന്ന് കുത്തിയിരുന്ന് വിളിച്ചത് വെച്ചാൽ ഇപ്പൊ സുരേഷ് ഗോപി സാറ് MP ആണ്. പക്ഷെ ഇത് BJP-യിലോട്ട് വരുന്നുമ്പോ ഒരു നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു അയാൾ. ഇപ്പൊ ഒരാള് പറഞ്ഞല്ലോ പീതാംബരൻ എന്നാണെന്ന് അല്ലെ, മണ്ടൻ. എത്രയോ പാവപ്പെട്ടവർക്കൊക്കെ നല്ല സഹായങ്ങളൊക്കെ കൊടുത്തു പാർട്ടിയിലോട്ട് വരുന്നതിന് മുമ്പ്. പറഞ്ഞോളൂ, സിനിമയുടെ വിഷയം പറഞ്ഞോളൂ.
സിനിമയുടെ വിഷയം എന്ന് വെച്ചാൽ അല്ല, അതിങ്ങനെ പൊതുവായിട്ട് ഇങ്ങനെ അപമാനിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സിനിമയുടെ വിഷയം നമ്മളങ്ങനെ ആരെയും അപമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരാളെയും അല്ല, ഒരു പ്രേക്ഷകൻ വിളിച്ചേച്ചും പറഞ്ഞു മണ്ഡലം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ കുത്തിയിരുന്ന് വിളിച്ചത്. ശരി, ഓക്കെ. അല്ലാതെ സ്ഥിരം ഞാനത് അന്നേരം തന്നെ അദ്ദേഹത്തോട് സൂചിപ്പിച്ചിരുന്നു. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തെ, സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തെ ഒക്കെ നമുക്ക് വിമർശിക്കാം. പക്ഷേ നമ്മളൊരു വ്യക്തിയെ ആ തരത്തിൽ അവമാനിക്കുന്നത് ശരിയല്ല. രാഷ്ട്രീയത്തിലല്ല ഞാൻ പറയുന്നത്. അല്ല, രാഷ്ട്രീയപരമായ വിമർശനമാകാം, പക്ഷേ നമ്മൾ അങ്ങനെ ഒരാളെ വിശേഷിപ്പിക്കുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, കേന്ദ്രമന്ത്രിയാണ്. അങ്ങനെ ഒരാളെ ആ തരത്തിൽ വിമർശിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഞാനത് വളരെ കൃത്യമായി തന്നെ ആ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വിമർശനം ഉണ്ടെങ്കിൽ വിമർശനമാകാം. ശ്രീ മോഹൻദാസ് ആണ്, ആലത്തൂരിൽ നിന്നാണ്. ശ്രീ മോഹൻദാസ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? താങ്കൾക്ക് ഈ സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളാണല്ലോ. അപ്പോൾ ഈ സിനിമയ്ക്കൊക്കെ പേരിടാനും കഥാപാത്രങ്ങൾക്ക് പേരിടണം, ഇനിയിപ്പോൾ ദൈവങ്ങളുടെ പേരെന്നുള്ള ഒരു കഥാപാത്രത്തെയും പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നീങ്ങുന്ന മട്ടിലാണ്. ജാനകി എന്ന പേര് കേട്ടപ്പോൾ തന്നെ സെൻസർ ബോർഡ് പറയുന്നത് അത് ജാനകിയാണ്, അത് ദൈവത്തിന്റെ പേരാണ് എന്നൊക്കെ പറയുന്നത്. കിരൺ നമസ്കാരം. നമസ്കാരം. ഞാൻ എന്റെ സിനിമകളെ പറ്റി പറയാന്ന് വിചാരിക്കാം. അപ്പോഴും കിരൺ തന്നെ അത് പറഞ്ഞു. കിരൺ ഓർമ്മയുണ്ട്, മനുവിന് ഓർമ്മയുണ്ടോ? അപ്പൊ ഞാൻ പറയാം, അതിന്റെ ഒരു ബുദ്ധിമുട്ട് സാറേ എന്താണെന്നറിയോ? അയ്യോ, ആ ഒരു ഷെഡ്യൂളൊക്കെ പൂർത്തിയാക്കിയിട്ട് പുറത്ത് വന്നിട്ട് ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് റിലീസ് ചെയ്യണത്, അതിന് പറ്റാണ്ടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് എത്ര ലക്ഷങ്ങളെ നഷ്ടമാണെന്ന് അറിയും. ഒരുപാട് ലക്ഷങ്ങൾ, കോടികളെ നഷ്ടമാണത്. ഞാൻ ചെയ്ത പടം തന്നെ ആദ്യത്തെ 6 കോടിയിൽ 10 കോടിയിൽ അവസാനിച്ചത്. ഒരുപാട് നീണ്ടു പോയിട്ട് പലരും വരാനുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഞാൻ നായർ സമുദായം അംഗമാണ്. അല്ല, നായർ സമുദായം അംഗമാണ്. പക്ഷെ ഞാൻ അത് വലിയ ഗൗരവത്തിൽ പറയുന്നില്ല കേട്ടോ. ഞാൻ സന്ദർഭവശാൽ പറയുന്നത്, നായരെന്നൊന്നും എനിക്ക് പറയില്ല, എനിക്ക് ജാതിയില്ല മതമൊന്നുമില്ല. അപ്പൊ ഈ നായർ പിടിച്ച പുലിവാരുന്ന പടം ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കണ്ടാണ്. അന്നൊന്നും നായർ സംഘടനകൾ ഉണ്ടെങ്കിൽ ഇത്ര ശക്തമില്ലാത്ത കാര്യം ആ പേര് ഒഴിവ് വന്നു. പിന്നെ ദിലീപിന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ നേരത്തെ ഇത് അറിഞ്ഞിട്ടാണെന്നുകൊണ്ട് ദിലീപിന്ന് മാറ്റിവെച്ച് അത് അങ്ങനെ ഇത്. പിന്നെ ഈ CBSE എന്ന് പറയുന്ന ഇനിയിപ്പോ ഈ പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ കിരൺ അറിയാം. അപ്പൊ അതുപോലെ തന്നെ ഈ പ്രീ സെൻസർഷിപ്പ്, പോസ്റ്റ് സെൻസർഷിപ്പ് എന്ന് പറയുന്ന 2 വിഭാഗമായിട്ട് വെക്കണം. ഈ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ട് ബാക്കിയുള്ളത് അതിന്റെ ടൈറ്റിലൊക്കെ എഴുതിയിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കുക. ഇതേ ഈ കണ്ണ് തുറന്ന് കാണുന്നതുകൊണ്ടാണ്. പക്ഷെ അകക്കണ്ണ് തുറന്ന് കാണണം. അത് പിന്നെ CBSE പിരിച്ചുവിടണം. വേറെ ആൾക്കാർ വന്നാൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പി തന്നെ. അല്ല, പുതിയ കുപ്പി മാറണമെന്ന് മാത്രമല്ല, വീഞ്ഞ് തന്നെ. അല്ലാണ്ട് ഇത് തന്നെയാണ്, അല്ലാണ്ട് ഒരു രക്ഷയില്ല. അവർ നന്നാവണം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഓരോ മതക്കാരും അവരുടെ ദൈവങ്ങളുടെ പേരും അവരുടെ ആരാധ്യ പുരുഷന്മാരുടെ പേരുകളൊന്നും സിനിമയ്ക്കും സിനിമയിലെ കഥാപാത്രങ്ങൾക്കും പറ്റില്ല എന്നൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. ഞാൻ ഈ ജാനകി എന്ന് പറഞ്ഞ ദൈവമുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത് സാറേ. സീതയുടെ ഒരു പര്യായമാണ് ജാനകി എന്നുള്ളത്. പണ്ട് തൊട്ടേക്ക് മലയാളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ഇടുന്ന ഒരു പേര് കൂടിയാണ് ജാനകി. അത് പട്ടളം ജാനകി എന്നുള്ളത് ഇപ്പൊ നിങ്ങളെ ചാനലിൽ ഇത് പറയുന്നതും കേട്ടു. അപ്പോ ഇത് ടീന് അവിടെ പിന്നെ ബഹുമാനപ്പെട്ട കോടതി കൊടുത്ത് ആ കോടതിയിൽ നിന്ന് ജാതീയ സ്പർശനം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇപ്പൊ അത് ജാനകി V എന്നാക്കി വന്നിക്കണ്. അപ്പൊ അത് ഈ സിനിമക്ക് ഇപ്പൊ മുൻ പറഞ്ഞ ആള് പറഞ്ഞാൽ ഒരു പബ്ലിസിറ്റിയാണ്. മറ്റൊരു സിനിമന്റെ കുറച്ച് ദിവസം മുമ്പുണ്ടായില്ലോ, അതേപോലെ ഇതിനൊരു പബ്ലിസിറ്റി ആയി എന്നുള്ളൂ. പക്ഷെ ഇതിലൊക്കെ ഈ ഞാൻ പറഞ്ഞ സ്പർശനം പാടില്ല. അത് വക്കീല് അതേനു, വക്കീല് ഇതേനു എന്നൊക്കെ ഈ പറയുന്നത് കേട്ടു, ഞാൻ ചാനലിൽ കേട്ടാ സാറേ. അപ്പൊ അതൊക്കെ ഒരു മോശപ്പെട്ട പരിപാടി. അത്തരം കേസ് തന്നെ എടുക്കാൻ പാടില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്ന് വിളിക്കുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടി, ഇത്തരം പേരുകൾ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ ചരിത്രത്തിൽ തന്നെ ഒട്ടേറെ നായക കഥാപാത്രങ്ങൾക്കും വില്ലൻ കഥാപാത്രങ്ങൾക്കും ഒക്കെ സിനിമയിലും നാടകത്തിലും നോവലിലും കഥയിലും കവിതയിലും ഒക്കെ ദൈവങ്ങളുടെ പേരുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പാരമ്പര്യമുള്ള നാട്ടിലാണ് ഇപ്പോൾ ജാനകി എന്നുള്ളൊരു പേര് ദൈവത്തിൻ്റെ പേരാണത് മാറ്റണം എന്നൊക്കെ പറയുന്നത്. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ഇതിനെപ്പറ്റി പല കാര്യങ്ങൾ പറയാനുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്റെ പേര് തന്നെ ഡേഞ്ചറിലാണോ എന്ന് ഇപ്പൊ സംശയമുണ്ട്. എന്റെ പേര് തന്നെ ഒരു ഹാസ്യ സാഹിത്യകാരൻ മലയാളത്തിലുണ്ടായിരുന്നു, വേളൂർ കൃഷ്ണൻകുട്ടി. കേട്ടിട്ടുണ്ടല്ലോ? അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉണ്ട്, പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹമായിട്ട് അടുത്ത് പലതവണ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ശരി. അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേരായിരുന്നു പിന്നെ ദൈവത്തെ തൊട്ടാൽ തൊട്ടോനെ തട്ടും. അങ്ങനെ സാധനം വായിച്ചിട്ടുണ്ടോ? ദൈവത്തെ തൊട്ടാൽ തൊട്ടോനെ തട്ടും. ഇല്ല, അത് ഞാൻ വായിച്ചിട്ടില്ല. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു 18ാം നൂറ്റാണ്ടിലേക്ക് നയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവരൊക്കെ ഇതിനകത്തുണ്ട്, ഈ സെൻസർ ബോർഡിലൊക്കെ.
ഈ നമ്മുടെ ചെമ്മനം ചാക്കോയുടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ഒരു കവിത, വർഗീസ് ആന എന്ന് പറഞ്ഞിട്ട്, വർഗീസ് ആന. കേട്ടിട്ടുണ്ടോ കവിത? കേട്ടിട്ടുണ്ട്. അതിലെന്താണ് അവസാനം പറയുന്നത്? വർഗീസ് എന്ന് പറഞ്ഞ ഒരു ആനയെ ഒരു നമ്പൂരി ഇട്ട് വാങ്ങിച്ചിട്ട് അതിനെ പുള്ളിക്കൊരു ആഗ്രഹം ഗുരുവായൂർ നടക്കി വെക്കണമെന്ന്. പുള്ളി ആനയും കൊണ്ട് അമ്പലത്തിൽ ചെല്ലുന്നു. അവിടുത്തെ പൂജാരികളൊക്കെ ഇറങ്ങി നിന്ന് ഈ ആനയെ സ്വീകരിക്കാൻ തയ്യാറാവുന്നു. അപ്പൊ ആനയുടെ പേര് ചോദിക്കുമ്പോൾ ആനയുടെ പേര് വർഗീസ് എന്ന് പറയുന്നു. അപ്പൊ ഇതിനെ ഇവിടെ അന്യമതസ്ഥർ ഇവിടെ കേട്ടില്ല എന്ന് പറയുന്നു അമ്പലത്തിലെ അതിന്റെ അധികാരികള്. അപ്പൊ ചെമ്മനം ചാക്കോ പറയുന്നത് ഇപ്പോഴല്ലേ മനസ്സിലായത്, പേരിലാണ് ഈ ജാതിയും ദൈവവും മതങ്ങളും ഒക്കെ ഇരിക്കുന്നതെന്ന് മനസ്സിലായെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ചങ്ങമ്പുഴ എഴുതിയൊരു കവിതയുണ്ട്, നമ്മൾ നിർമ്മാല്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ചങ്ങമ്പുഴ എഴുതിയ കവിതയ്ക്ക് പറയുന്നത്, രണ്ടു തുട്ടേകിയാൽ ചുണ്ടിൽ ചിരിവരും തെണ്ടിയല്ലോ മതങ്ങൾ തീർത്ത ദൈവം. അത് തീരുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ദൈവങ്ങൾ നട്ടല്ലൊടിഞ്ഞ നപുംസകങ്ങൾ എന്നാണ് ചങ്ങമ്പുഴ എഴുതിയത്. അങ്ങനെ എഴുതിയ ചങ്ങമ്പുഴ ആരും തല്ലാൻ പോയില്ല, ഒന്നും പറഞ്ഞില്ല എന്ന്. എല്ലാവരും ആ കവിത ആസ്വദിച്ചു. നിർമ്മാല്യ സിനിമ എല്ലാവരും ആസ്വദിച്ചു. ഇനി ദൈവങ്ങളെ നേരിട്ട് അപമാനിക്കുന്ന സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? അരവിന്ദന്റെ കാഞ്ചന സീത. അതെ, അങ്ങനെ സിനിമ കണ്ടിട്ടുണ്ടോ? കാഞ്ചന സീതയൊക്കെ ഈ കാലത്തായിരുന്നു എങ്കിൽ അല്ല അതിന്റെ സിനിമ കണ്ടിട്ടുണ്ടോ? സിനിമ കണ്ടിട്ടുണ്ട്. അത് എന്താണ്, ശ്രീരാമനെയും സീതയെ കാണിക്കുന്നില്ല സിനിമയ്ക്കകത്ത്. ശ്രീരാമനെയും ലക്ഷ്മണനെ അവതരിപ്പിക്കുന്നത് ഈ മറ്റുള്ള ഈ ദൈവങ്ങളുടെ സിനിമകളിലെ പോലെ തിളങ്ങുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ കിരീടവും ഒക്കെ ഉള്ള ശ്രീരാമനെ അല്ല അതിനകത്ത് കാണിക്കുന്നത്. ആ സിനിമയിൽ കാണിക്കുന്നത് അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് കണക്കാക്കിയ അരവിന്ദൻ ആ കഥാപാത്രങ്ങൾക്ക് നൽകിയത് ആദിവാസികളുടെ വേഷമാണ്, വെറും ആദിവാസികളുടെ വേഷം. ആ സിനിമ അവതരിപ്പിച്ചിട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ആ സിനിമയ്ക്ക് ഏറ്റവും നല്ല സംവിധാനമുള്ള അവാർഡ് വരെ കൊടുത്തു അരവിന്ദന്. അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അതുപോലെ ഭരതന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയുടെ പേര് പ്രയാണം എന്നായിരുന്നു. പ്രയാണം കേട്ടിട്ടുണ്ടോ? ഭരതന്റെ ആദ്യകാലത്തെ ഒരു സിനിമയാണ് അത്. അതിനകത്ത് അഭിനയിക്കുന്നത് കൊട്ടാരക്കരയും നമ്മുടെ ലക്ഷ്മിയാണ് അഭിനയിച്ചത്. ആ സിനിമയ്ക്കകത്ത് ഒരു സീനെന്ന് പറഞ്ഞാല്, ഈ കൊട്ടാരക്കര എന്ന് പറയുന്ന പൂജാരി അമ്പലത്തിൽ കയറി ദേവി വിഗ്രഹത്തില് പൂജ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബെഡ്റൂമിലെ കാര്യങ്ങളാണ് ഓർമ്മിക്കുന്നത്. അതാണ് കാണിക്കുന്നതിനകത്ത്. എന്താണെന്ന് വെച്ചാൽ ഈ പൂജ തുടങ്ങുന്ന സമയത്ത് തലേദിവസം അണിയിച്ച ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ മാറ്റണമല്ലോ. അതൊക്കെ അഴിച്ചു മാറ്റുമ്പോ പുള്ളിയുടെ മനസ്സിൽ എന്താണ്, പുള്ളി അത് കാണിക്കുന്ന വേറെ കാര്യമാണ്. അന്നൊന്നും ആർക്കും ഒരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഈ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഈ ദൈവത്തെ എന്താണ് യജമാനേക്കാൾ വലിയ യജമാന ഭക്തി ഈ യജമാനന്മാരൊന്നും അത്ര വിചാരിക്കുന്നുണ്ടാവില്ല. പക്ഷെ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്നുള്ള നിലയ്ക്ക് ഇവരിങ്ങനെ കാണിക്കുകയാണ് ചെയ്യുന്നത് ഈ സെൻസർ ബോർഡുകാര്. അത് ഈ ഫൈനലി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ നമ്മുടെ കോടതി ഇങ്ങനെ ഒന്നും വലിച്ചു നീട്ടാൻ പാടുണ്ടായിരുന്നില്ല. 2 ദിവസം കഴിയുമ്പോഴേക്ക് അത് വലിച്ച് ചവറ്റുകൊട്ടയിൽ എഴിഞ്ഞ് സിനിമ വ്യക്തമാണ്. ശ്രീ അബ്ദുൽ നാസറാണ് എറണാകുളത്ത് നിന്നും. ശ്രീ അബ്ദുൽ നാസർ, താങ്കൾ എങ്ങനെയാണ് ഈ വിവാദത്തെ, ഈ വിഷയത്തെ കാണുന്നത്? സർ, ഇത് ഒരു BJP സർക്കാരിൽ നിന്ന് ഇതിലപ്പുറം ആരും പ്രതീക്ഷിക്കേണ്ട. സെൻസർ ബോർഡ് ഒരു 17ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ആൾക്കാരായിരുന്നു. സുരേഷ് ഗോപിയും അതിൽ റോൾ ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. സുരേഷ് ഗോപിക്ക് ഈ പടത്തിൽ ഇത്ര വലിയ റോൾ ഉണ്ടായിട്ട് ഇതൊരു വിവാദമാക്കിയിട്ട് ടിക്കറ്റ് വിൽക്കാനുള്ള പരിപാടിയാണ്. ഇത് ചെയ്യേണ്ടത് ശരിക്കും ജനങ്ങളെ ഫ്രീ ആയിട്ട് കാണാനായിട്ട് കോടതി അനുവദിക്കുകയാണ് ഈ സിനിമ. അത് പറ്റില്ലല്ലോ, സിനിമ നിർമ്മാതാക്കൾക്ക് അത് കഴിയില്ലല്ലോ. നിർമ്മാതാക്കൾക്ക് അത് കഴിയില്ലല്ലോ, അവർക്ക് സിനിമ തിരിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഇത്ര മതവികാരം വ്രണപ്പെടുത്താവുന്ന രീതിയിൽ നടത്താവുന്ന സിനിമകള് അത് ജനങ്ങൾ കണ്ട് വിലയിരുത്തട്ടെ എന്നാണ് ആലോചിക്കേണ്ടത്. പൈസ കൊടുക്കാതെ കാണാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ശരി, ശ്രീ അബ്ദുൽ നാസർ, എന്തായാലും താങ്കളുടെ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നിർദ്ദേശമാണ്, ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന നിർദ്ദേശമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അടുത്ത പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. പ്രദീപ്, ഇടുക്കിയിൽ നിന്ന് വരുന്നതിന് മുമ്പ് നമുക്ക് 1-2 കമൻറ്റുകൾ കൂടി, യൂട്യൂബിലെ കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ടോ? സിനിമാക്കാർ പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പല ഒളിച്ചു കടത്തലുകളും പരസ്യ കടത്തലുകളും സിനിമയിലുണ്ടാവും. സിനിമ കാണുമ്പോൾ നാട്ടുകാർക്ക് മനസ്സിലാവുമെന്ന് പറയുന്നു. ന്യൂ തിങ്കറാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ സിനിമയിലുണ്ട്. എല്ലാ കാലത്തും സിനിമ രാഷ്ട്രീയമായും മതപരമായിട്ടും ഒക്കെ ആയുധമായി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് കരുതി ആ സിനിമയുടെ പേര് നിരോധിക്കുകയോ അല്ലെങ്കിൽ സിനിമയുടെ പേര് മാറ്റുകയോ ഒന്നും അല്ല ഇതിന് പരിഹാരം. അത്തരമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളോട് വിമർശനം ഉന്നയിക്കുക. ഒരാളൊരു കവിതയോ കഥയോ സിനിമ ഇറക്കിയാൽ അതിന് വിമർശനം ഉന്നയിക്കാനുള്ള അവകാശമുണ്ടല്ലോ, അല്ലാതെ അത് ഇല്ലാതാക്കലല്ലോ വേണ്ടത്. സെൻസർ ബോർഡ് പിരിച്ചുവിടണമെന്ന് അരുന്ധതി കൊലപ്പറമ്പത്ത് പറയുന്നു. വിഗ്രഹം മോഷ്ടിച്ചു പോകുന്ന കള്ളനെ ദൈവം ചിലപ്പോൾ ഒന്നും ചെയ്യില്ല, പക്ഷേ ഭക്തരങ്ങാനം കണ്ടാൽ ഇടിച്ച് കൂമ്പുവാട്ടും, അതുപോലെയാണ് ഇത് എന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നത്. എന്തായാലും കൊള്ളാം ശ്രീ ഗ്ലാഡിയേറ്ററുടെ കമൻറ്റ്.
സിനിമ ഓടാനുള്ള സൂത്രമാണെന്നും പറയുന്നു. പൊന്മുട്ടയുടെ തട്ടാനെന്ന് പറയരുത് എന്ന് പറയുന്നു. ഒരു പേര് കൊണ്ട് ഒലിച്ചു പോകുന്നതാണോ ദൈവവിശ്വാസം എന്നുള്ള ഷാജി കണിയാപ്പറമ്പിലിൻ്റെ ചോദ്യം. അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. എപ്പോഴും ഓർക്കേണ്ടത്, ഒരു പേര് കൊണ്ടോ സിനിമ കൊണ്ടോ കഥ കൊണ്ടോ നോവൽ കൊണ്ടോ ഒലിച്ചു പോകുന്നതാണോ ഈ വിശ്വാസം എന്നുള്ള ചോദ്യം പ്രധാനം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് വർഗീയവാദികളുടെ മെസ്സേജുകളൊന്നും കാണുന്നില്ലല്ലോ, മാളത്തിൽ ഒളിച്ചോ എന്ന് ഷാജി കണിയാപ്പറമ്പിൽ ചോദിക്കുന്നു. എസ് ജാനകി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കൃഷ്ണൻകുട്ടി മണിമല കലക്കി എന്ന് ഷാജി കണിയാപ്പറമ്പിലാണ് പറയുന്നത്. വീണ്ടും ഹരികൃഷ്ണൻ പറയുന്നു, സുരേഷ് ഗോപി അഭിനയിച്ച ഒരു സിനിമയുണ്ടായിരുന്നു ജനകൻ, ഇത് ജാനകിയുടെ അച്ഛൻ്റെ പേരല്ലേ എന്ന് ചോദിക്കുന്നത്. അത് ശരിയാണ്, ജനകൻ എന്ന പേരിലൊരു സിനിമ സുരേഷ് ഗോപി തന്നെ അഭിനയിച്ചുകൊണ്ട്, ഇതും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സീതായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഒരു സിനിമയല്ല. ജനകൻ സിനിമയും അങ്ങനെ തന്നെയാണ്. 64 കലകൾ ക്ഷേത്രച്ചുവരിൽ ഇല്ലേ എന്ന് സെബാസ്റ്റ്യൻ CA ചോദിക്കുന്നു. അത് ഉണ്ട്, ക്ഷേത്രച്ചുവരിൽ അത്തരം കലകളും ശില്പങ്ങളും ഒക്കെ ഉണ്ട്. അത്തരം ദൃശ്യങ്ങളും സാധാരണഗതിയിലൊക്കെ മറച്ച് വെക്കേണ്ട ദൃശ്യങ്ങളൊക്കെ പരസ്യമായി വെക്കുന്ന എത്രയോ, അതും നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സുരേഷ് ഗോപി അഭിനയിച്ച സിനിമയുണ്ട് ജനകൻ എന്ന്, അത് വീണ്ടും ഒരാൾ ചോദിച്ചിരിക്കുന്നു. എന്തായാലും നമുക്ക് പ്രദീപിലേക്ക് പോകാം, ഇടുക്കിയിൽ നിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് ഈ വിഷയത്തിൽ പറയാം, എനിക്ക് ഒരു പേരിൽ എന്ത് കാര്യം, എനിക്ക് ഞാൻ വിളിക്കാൻ കാരണം അതല്ല. ഒരു മണിക്കൂർ മുമ്പ് സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. കുറെ മുസ്ലിം സംഘടനകളൊരു സിനിമയ്ക്കെതിരായിട്ട് കഴിഞ്ഞായിരുന്നു. മുസ്ലിം സംഘടനകളുടെ സിനിമയ്ക്കെതിരെ ആ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, തള്ളിപ്പോയി. അത് ഈ മറ്റേ ഉത്തർപ്രദേശിൽ ഒരു കൊലപാതകത്തിന്റെ ഒരു സിനിമയാണ്. ഞാൻ കണ്ടില്ല. അതിപ്പോ ഒന്ന് ടി വിയിൽ ഇപ്പൊ എഴുതി തന്നെ ഇപ്പൊ കണ്ട എല്ലാവരും ശരിയായി ഈ കാര്യത്തില്. ഒരു മതം മാത്രമൊന്നുമില്ല, എല്ലാ മതവും ശരിയാ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ ടി വിയിൽ കാണിക്കുന്നുണ്ട്, ഞാൻ ഒരു മണിക്കൂർ മുമ്പ് കണ്ടത്. ശരി, അത് താങ്കൾ പറഞ്ഞത് ശരി തന്നെയാണ്. മതം ഏതായാലും ഇക്കാര്യത്തിൽ മത തീവ്രവാദികൾക്ക് അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് വ്യത്യാസമൊന്നുമില്ല. അത് ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമൊന്നുമില്ല. വർഗീയവാദികൾക്ക് ഒറ്റ മതമാണ്, ഒറ്റ ജാതിയാണ്. അവർ മറ്റു പല മതങ്ങളിൽ പല പല മതങ്ങളിൽ നിൽക്കുന്നു എന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവരെല്ലാ കാര്യത്തെയും ചിന്തിക്കുന്നത് ഇത്തരത്തിലാണ്, സമൂഹത്തിനെ എങ്ങനെ പിന്നോട്ടടിക്കാം എന്നുള്ളതാണ്. എല്ലാ വർഗീയവാദികളും, അതിന് ന്യൂനപക്ഷ വർഗീയവാദികളായാലും ഭൂരിപക്ഷ വർഗീയവാദികളായാലും അവർ ചിന്തിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് എങ്ങനെ സമൂഹത്തെ നയിക്കാം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച പ്രേക്ഷകരിൽ എല്ലാവരും തന്നെ ഇത്തരം വിഷയങ്ങളിൽ അനാവശ്യമായ ദൈവങ്ങളെ വലിച്ചിഴക്കേണ്ടതില്ല, മതങ്ങളെ വലിച്ചിഴക്കേണ്ടതില്ല എന്നുള്ള കേരളം എല്ലാ കാലവും ഉയർത്തിപ്പിടിക്കുന്ന പുരോഗമനപരമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം കൂടിയാണ്. അതോടൊപ്പം തന്നെ ചിലരെങ്കിലും ചൂണ്ടിക്കാണിച്ചു, ഇത് സിനിമക്കാർ ബോധപൂർവമായി അവരുടെ സിനിമയ്ക്ക് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി സെൻസർ ബോർഡുമായിട്ടൊക്കെ ചേർന്ന് നടത്തുന്ന തന്ത്രമാണോ എന്ന്. എന്തായാലും തൽക്കാലം തന്ത്രമാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, അത് പറയാനും നിർവാഹമില്ല. തള്ളിക്കളയാനുള്ള മാർഗവും എന്തായാലും നമുക്ക് കഴിയില്ല. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.